നമസ്കാരം. IFHന്റെ 1897 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക ശാസ്ത്ര ദിനം പ്രമാണിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഓക്കെ. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് ലവേഴ്സ്. IFHന്റെ ഡെയിലി സൂം വെബിനാറിന്റെ 1897 ദിവസമായ ഇന്ന് ലോക ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടി വന്നിട്ടുള്ളത്. ഇന്ന് ഈ നിമിഷം എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ കൂടി വന്നിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ഈ ശാസ്ത്രദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ GS വിനോദ് കുമാർ സാറിനെയാണ്. അദ്ദേഹം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റ് അസോസിയേറ്റ് ഡീനായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ GS വിനോദ് കുമാർ സാറിനെ ആദരപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണീയനായിട്ടുള്ള ഡോക്ടർ ജയപാൽ സാറാണ്. ഹൃദയാലയ ഹേർട്ട് ഫൗണ്ടേഷനിൽ ഫിസിഷ്യൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് കാർഡിയോളജിസ്റ്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. സാങ്കേതിക വിദ്യ ഹൃദ്രോഗ ചികിത്സയിൽ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇന്ന് നമുക്കായിട്ട് സംസാരിക്കുകയാണ്. ഡോക്ടർ ജയപാൽ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IFHന്റെ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ സൂം വെബിനാർ ഭംഗിയായി നടത്തുന്നതിന് പിറകിൽ പ്രവർത്തിക്കുന്നവരെയും അതുപോലെ ഈ ഇന്നത്തെ ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്ന മനോജ് ഡോക്ടർ, അതുപോലെ തന്നെ നന്ദി പ്രകാശനം നടത്തുന്ന ഷൈല ഡോക്ടർ, അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതിക് ലവേഴ്സിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. വളരെ നന്ദി ശ്രീ ഷാലു രാജൻ. അപ്പൊ നമുക്കറിയാം ശാസ്ത്ര ദിനത്തില് ശാസ്ത്രത്തിന്റെ പ്രാധാന്യം ലോകം എത്രത്തോളം സൂക്ഷ്മമായിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് ഗ്ലോബലൈസേഷനും മറുവശത്ത് സൂക്ഷ്മതയും, ഇത് രണ്ടും കൂടി സമാന്തരമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ടെക്നോളജിയൊക്കെ വളരെ 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 ലളിതമാകുകയും വളരെ അത്ഭുതകരമായിട്ട് പുരോഗതി പ്രാപിക്കുകയും ചെയ്ത സമയത്ത് ആരോഗ്യ മേഖലയിൽ ഇതിന്റെ പ്രാധാന്യം എന്താ, പ്രത്യേകിച്ച് ഹൃദ്രോഗ ചികിത്സ എന്നുള്ള വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീ വിനോദ് കുമാർ സാറിനെ ആദരവും ക്ഷണിക്കും. സാർ പ്ലീസ്. ലോക വേൾഡ് സയൻസ് ഡേ നമ്മൾ നവംബർ 10 ആഘോഷിക്കുകയാണ്. അതിനായിട്ട് ഞാൻ IFHന്റെ ഭാരവാഹികളും അതിന്റെ സ്നേഹിക്കുന്ന ഹോമിയോയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഒരു കൂട്ടായ ശ്രമം ഈ നടക്കുന്നതെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷവും അതിലുപരി ആ ഒരു അർപ്പിത മനോഭാവത്തെ ഞാൻ അങ്ങേയറ്റം ശ്ലേഘനീയമായിട്ട് ഇത് ചെയ്യുകയാണ്. കഴിഞ്ഞ 1875 ദിവസമായി ഇടതടവില്ലാതെ ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും അതുപോലെ ഹോമിയോയുടെ ഇമ്പോർട്ടൻസും AIയുടെ പ്രസക്തി, ഹോമിയോയുടെ ട്രീറ്റ്മെന്റ് രംഗത്തെ AIയുടെ പ്രസക്തി, ഇങ്ങനെയുള്ള വളരെ ആനുകാലിക പ്രസക്തമായ ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും വളരെ അവഗാഹത്തോടു കൂടി ചർച്ച ചെയ്യുകയും അതിനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യുന്ന എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോടും ഞാൻ അതിനായിട്ട് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് 2025 ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോഗൻ, എസ്പെഷ്യലി നമ്മൾക്ക് എങ്ങനെയാണ് സയൻസിനെ മൈൻഡ് സെറ്റപ്പിലേക്ക് നമുക്ക് തുറന്നു വിടാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് സയൻസിന്റെ പ്രസക്തിയെ അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രത്തെ എങ്ങനെയാണ് ആളുകൾക്ക് ഉപയുക്തമാക്കാൻ പറ്റുക എന്നുള്ള എല്ലാ മൈൻഡിൽ നിന്നുമുള്ള ചിന്താഗതി വരിക എന്നുള്ളത് ആ ഒരു വലിയ കാഴ്ചപ്പാടിനെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. അതേപോലെ നമുക്കറിയാം നമ്മുടെ ഈ ഹോമിയോ മെഡിസിന്റെ പ്രിൻസിപ്പിൾ തന്നെ, എസ്പെഷ്യലി നമ്മൾ ക്യാൻസറിന്റെ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം എടുത്താൽ തന്നെയും മിനിമം ഡോസ് ഓഫ് ഡ്രഗ് ക്യാൻ മോർ എഫക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് ദ ഓവർഡോസ്. എസ്പെഷ്യലി കീമോയിൽ തന്നെ വളരെ ഹൈ എമൗണ്ട് ഓഫ് ഡ്രഗ് കൊടുക്കുന്ന കോൺസിക്വൻസും ഹെൽത്തി സെൽസിനെ എഫക്ട് ചെയ്യുന്നതും വളരെ മിനിമം എമൗണ്ട് ഓഫ് തിങ്സ് വിത്ത് റിപ്പീറ്റഡ് തിങ്, അങ്ങനെയുള്ള ഒരു ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വളരെ പ്രസക്തമാണ് ക്യാൻസറിന്റെ രംഗത്തും. അതേപോലെ ഹോമിയോയുടെ പ്രിൻസിപ്പിളിലുള്ള ഈ വളരെ സെയിം മോളിക്യൂളിനെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന വിത്ത് ലോവർ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡൈലൂഷൻ എന്നുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് തന്നെ വളരെ വളരെ എഫക്റ്റീവ് ആണെന്ന് തന്നെയാണ് നമ്മൾ ക്യാൻസറിലും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു ആളുകളുടെ കൂട്ടായ്മയും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും അല്ലെ നാളെ ഒരു കാലത്ത് ഇതിന്റെ പ്രസക്തി, ഹോമിയോയുടെ പ്രസക്തി തീർച്ചയായിട്ടും ഈ കാലത്ത് കൂടി വരിക എന്നുള്ളതിൽ ഒരു സംശയമില്ല.
പല അസുഖങ്ങളിലും നമ്മൾ ഇപ്പം നമുക്കറിയാം അലോപ്പതിയുടെ പല കാര്യങ്ങളിലും എഫക്ട് ചെയ്യാത്ത ചില കേസിൽ അല്ലെങ്കിൽ പല കേസുകളിലും ഹോമിയോയുടെ റിലവൻസ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതുപോലെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഡിസ്കഷനിലെല്ലാം തന്നെ ആരോഗ്യമായ ഒരു സിറ്റുവേഷൻ, നമ്മൾ ആരോഗ്യകരമായുള്ള രാസപദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ വിഷയുക്തമായ പച്ചക്കറി, നമ്മുടെ ആഹാര സാധനങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ഒരു ഇക്വിലിബ്രിയം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മൈൻഡ് സെറ്റപ്പാണ്. അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു സൈഡിൽ ലൈക്ക് എ 2 പില്ലർ. ഒരു സൈഡിൽ നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ വളരെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ പക്ഷേ ലൈഫിൽ പലതിലും അവർ ഫെയിലിയർ ആകുന്ന കാണാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 പാരലൽ പില്ലേഴ്സ് ആണ്. എഡ്യൂക്കേഷൻ നമുക്ക് വേണം, നോളജ് വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിനെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള അതിനൊരു പ്രത്യേകിച്ച് പറയാൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, നമ്മൾ റെസിസ്റ്റ് ചെയ്ത് കയറുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ആളുകൾക്ക്, നമ്മൾക്ക് പലതിനും സയൻസിന് കണ്ടെത്തിയില്ലെങ്കിൽ അവർക്ക് അന്നത്തെ കാലത്തും പഴയ ആളുകൾക്കെല്ലാം ഉള്ള ഒരു മൈൻഡ്സ്, ഒരു കോൺഫിഡൻസ് എന്നുള്ളത് ഇക്കാലത്ത് നമുക്ക് നോളജ് കിട്ടുമ്പോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെ ഒരു സംശയമുള്ള കാര്യം. അപ്പൊ അതിനും ശരിക്കും പറയാൻ നമ്മുടെ ആരോഗ്യരംഗത്ത് മൈൻഡിന്റെ പ്രസക്തി വളരെ വലുതാണ്. അതുപോലെ ആരോഗ്യമുള്ള ഒരു ഹൃദയം, ആരോഗ്യമുള്ള ഒരു മനസ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയും കൂടെ ഇങ്ങനെയുള്ള ഡിസ്കഷനിൽ വരണമെന്ന് എനിക്ക് ഒരു എളിമ അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. അങ്ങനെ ഈ ഒരു IFPHന്റെ കൂട്ടായ ശ്രമവും ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാവിധ ക്ലാസ്സുകളും എല്ലാവിധ ഡിസ്കഷനും വളരെ ഉപയുക്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് ആശംസിക്കും. നമസ്കാരം. വളരെ നന്ദി സാർ. അങ്ങ് പറഞ്ഞ പോലെ ഒരു മാനവികത, അത് തന്നെയാണ് വേണ്ടത്. അതെ. ഗ്രൂപ്പ് എഴുതിയ പോലെ ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിന് തത്വം പഠിക്കാൻ. അപ്പോ അങ്ങനെ ഹൃദയത്തിന് തത്വം പഠിക്കുന്ന ഹൃദയമുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ പ്രശസ്തനായ, തീർച്ചയായും. അപ്പൊ സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റം പ്രതിപത്തിയുള്ള അത്ഭുതകരമായ ഒരു പാഷനുള്ള ജയപാൽ സാറിനെ നൂതന സാങ്കേതിക വിദ്യ ഹൃദ്രോഗ ചികിത്സയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണത്തിന് ക്ഷണിക്കും. സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു. സാർ അൺമ്യൂട്ട് ചെയ്യാമോ ജയപാൽ സാർ? കേൾക്കാം. Can you hear? കേൾക്കാമല്ലോ. കേൾക്കാം. ശരി, അതിന്റെ സ്ലൈഡ് കാണാമോ നോക്കട്ടെ ഒന്ന്. ആ, കേൾക്കട്ടെ, ഇതട്ടാ. Then we will start. എന്താ സ്ലൈഡ് കാണാമോ? ഇല്ല സാർ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നോക്കിയത്. നമുക്ക് സ്ലൈഡ് ഇടാം. അപ്പൊ ഇത് നമ്മുടെ ഷെയറിൽ കയറുകയാണ്. ഷെയർ സാറിന്റെ ക്യാമറ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത കൊള്ളായിരുന്നു. ക്യാമറ സാറിന്റെ ഫേസ് കുറച്ചുകൂടെ അത് കാണിക്കാം കേട്ടാ. കാണാവോ? കാണാം സാർ, കാണാം. സ്ലൈഡ് സ്ക്രീൻ കാണാം സാർ, സ്ക്രീൻ കാണാം. സ്ലൈഡ് വന്നിട്ടില്ല. സൈഡ് വന്നിട്ടില്ല. അതാ സൈഡ് വരാൻ പോവാ. വന്നാ പ്രിസിഷൻ മെഡിസിൻ. അതെ സാർ, അതെ വന്നു സാർ. അതല്ലേ? കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഇൻ കാർഡിയക്. ഓക്കെ, ആദ്യമായിട്ട് IFPHന്റെ ഈ പ്രതിദിന സൂം വെബിനാറിന്റെ 1897 സെഷനിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥനാണ്. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അലോപ്പതി ഡോക്ടർമാർക്ക് പ്രയോജനമുണ്ടോ ഞാൻ പറയുന്നില്ല. കാര്യം അവർക്ക് അതിൽ വലിയ താല്പര്യം കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ AI എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ അവർക്ക് ജോലി പോകുമോ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് തീർച്ചയായിട്ടും ഇല്ല എന്നാണ് എൻ്റെ ഉത്തമമായ ഉറച്ച വിശ്വാസം. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോ എല്ലാവരും പറഞ്ഞില്ല, അയ്യോ പോയി ക്ലാർക്കന്മാരുടെ ജോലിയെല്ലാം തെറിച്ച് ഇനി ജോലിയില്ലാതെ നടക്കും എന്നുള്ള ഒരു സംരംഭം ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ് ആയിക്കഴിഞ്ഞു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് ഹോമിയോപ്പതി, അലോപ്പതി ആൻഡ് ആയുർവേദിക് ഡോക്ടർമാർക്ക് ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഇനി innovation shaping modern cardiology. So I'm going to the next slides. Why we need newer technologies? എന്തിനാണ് നമുക്ക് ഈ ടെക്നോളജികളൊക്കെ?
ആലോചിക്കുകയാണ്. ചിലർ ചോദിക്കും, പണ്ട് നമ്മൾ കളവണ്ടിയിൽ കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര പോകുമായിരുന്നു, ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ബൈക്കില്ല, കാറ് പോലും പോകുന്ന ഒരു വിഷമമാണ് അവർക്ക്. ഇപ്പൊ പ്ലെയിനിൽ പോയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ആ ലെവലിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് earlier ഡിസീസ് ഡിറ്റക്ഷൻ. രോഗം കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ വേണം. ആദ്യത്തെ എന്റെ പോയിന്റ് ആണ് റിഡ്യൂസ്ഡ് ഓപ്പറേറ്റർ ഡിപ്പെൻഡൻസി. ഈ ഓപ്പറേറ്റർ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്ററുടെ സഹായം വേണം. അതൊന്നും വേണ്ട, റെഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇതുണ്ടെങ്കിൽ. നമ്മളൊരു ഇപ്പൊ 5ാം ക്ലാസ്സിലെ പിള്ളേർ പോലും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതിന്റെ കൃത്യം. അപ്പം വളരെ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുക. ലോവർ റേഡിയേഷൻ എക്സ്പോഷർ. നമ്മൾ പണ്ട് എക്സ്റേ എടുക്കണമെങ്കിൽ അതിന്റെ മുമ്പേ പോയി കൈ ജന കെട്ടിപ്പിടിച്ച് നിൽക്കുക, ബാക്കിൽ നിന്ന് ലൈറ്റ് റേഡിയേഷൻ ചെന്ന് വീഴുന്നു, എക്സ്റേ എടുക്കുന്നു അല്ലേ? ആ റേഡിയേഷന്റെ എക്സ്പോഷർ ഇപ്പൊ ആരും ഇപ്പൊ എക്സ്റേ എടുക്കുന്നതിന് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും CT സ്കാനും MRI എടുക്കണമെന്നാണ് താല്പര്യം. അതാണ് റെഡ്യൂസ്ഡ് റേഡിയേഷൻ എക്സ്പോഷർ. എൻഹാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് ആക്യുറസി ആയിട്ട് കണക്ട് 98.8% ഡയഗ്നോസിസ് ഉപയോഗിച്ചാൽ കിട്ടും. ആൻഡ് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്. പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റും ഭയങ്കര. അതാണ് ഞാൻ പ്രിസിഷൻ മെഡിസിൻ എന്റെ എന്റെ അതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഗ്ലോബൽ ഇമ്പാക്ട് 17.9 മില്യൺ ആനുവൽ ഡെത്ത് ആണ് ഉണ്ടാകുന്നത് ഈ അസുഖങ്ങൾ കാരണം. അതൊരു 30 to 40% വെച്ച് ഇമ്പ്രൂവ് ചെയ്യും. അതാണ് നമ്മുടെ കണക്കുകൾ ചോദിക്കുന്നത്. ഓക്കെ, now I am going to see the next homeopathy. I am not a person to talk regarding homeopathy. എങ്കിലും എനിക്ക് ഒരു ചെറിയ 2-3 അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹം. ഹോമിയോപ്പതി ഈസ് എ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്. അലോപ്പതി ഈസ് നോട്ട് എ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്. അതാണ് എന്റെ വ്യത്യാസം. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ട്രീറ്റിംഗ് ഇൻഡിവിജ്വൽസ്, നോട്ട് ജസ്റ്റ് ഡിസീസ്. ഇൻഡിവിജ്വലിനെ ട്രീറ്റ് ചെയ്യാൻ, ഇൻഡിവിജ്വൽ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നല്ല, അവനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ക്യാൻസറിനെയോ മറ്റേ മാനസിക രോഗത്തിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിനല്ല, ആ ഇൻഡിവിജ്വലിന് എന്താണെന്നുള്ളതാണ് ഹോമിയോപ്പതിക്ക് ഇമ്പോർട്ടൻസ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സ്. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. ഈ 3-നെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇമോഷണൽ ആസ്പെക്ട് ഇമ്പോർട്ടന്റ് ആണ്, മെന്റൽ, ഫിസിക്കൽ. നമ്മുടെ കോവിഡ് വന്നപ്പോഴും എല്ലാവരും അർസനിക് ആൽബം ഉപയോഗിക്കാം. അപ്പൊ അവിടെ കൂടുതലും ആൻസൈറ്റിയാണ് നമ്മളിവിടെ കുറയ്ക്കാൻ പോകുന്നത്. പലരും ഹോമിയോപ്പതി എന്തൊരു മരുന്ന് കോവിഡിന്, ഇറ്റ് വിൽ സബ്സൈഡ് സ്പോണ്ടേനിയസ്ലി. ഒരു കുഴപ്പമില്ലാതെ തനിയെ ആവശ്യമില്ലാതുള്ള മരുന്ന് കൊടുത്ത് കുറെ വരെ നമ്മൾ കൊന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ കൊന്നതിന് തെളിവ് ഞങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹോമിയോപ്പതി കൊടുത്തവരാരും മരിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ ഐ വാണ്ട് ടു ഹൈലൈറ്റ് ദിസ് പേഴ്സണലൈസ്ഡ് കെയർ ഈസ് ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് ഹോമിയോപ്പതി. ആളാർ എഗ്രി? മനോജ് എഗ്രി ചെയ്യുന്നുണ്ടാ? തീർച്ചയായും സർ, 100%. ശരി, അടുത്തതിലേക്ക് പോവുകയാണ്. ഹോമിയോപ്പതിയെ പറ്റി ഞാൻ പറഞ്ഞിട്ട് അടുത്തത്, വാട്ട് ആർ ദ കീ ആസ്പെക്ട് ഓഫ് പേഴ്സണലൈസ് ഹോമിയോപ്പതി എന്നാണ്. യുണീക് റെമഡി സെലക്ഷൻ ആണ്, ബേസ്ഡ് ഓൺ സിംറ്റംസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്, നോട്ട് ജസ്റ്റ് സിംറ്റം ബേസ്ഡ്. കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഡിസൈൻ ടു ഫിറ്റ് ദ പേഷ്യന്റ് നീഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അതാണ് നമ്മൾ അവൻ എന്ത് ഫുഡ് കഴിക്കുന്നത്, അവൻ ലോ ടെമ്പറേച്ചറിലാണോ, നോയ്സ് ഉള്ള, ഞാനിപ്പോ നോയ്സിന്റെ നിങ്ങളുടെ ഒരു CME കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ നോയ്സ്, ആ ഡെസിബൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ക്യാൻ ഹൈ നോയ്സ് ആകുമ്പോഴത്തേക്കാണ് ദാറ്റ് ക്യാൻ ലീഡ്സ് ടു കൊറോണറി, ഹൃദ്രോഗം വരാൻ ചാൻസ് ഉണ്ട്, ഈവൻ ക്യാൻസർ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നോയ്സ് ഇമ്പോർട്ടന്റ് ആണ്. വെളിരാജ്യങ്ങൾ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്റെ മോൾ ഇംഗ്ലണ്ടിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്ലാറ്റിലുള്ള ഒരാൾ ഇവിടെ കിടന്ന് അലറുന്ന കലറത്തില്ല. അവരവരുടെ കാര്യം നോക്കുന്നു, അവർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാം. ഇവിടെ ഉള്ള കേരളീയർ അവിടെ ചെന്നാൽ അലപറപറ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പിടിച്ച് ചെയ്യും, ഫൈനടിക്കുകയും ചെയ്യും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. സോ ദാറ്റ് ടോപ്പിക് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് പ്രസന്റർ ആർ ഡൂയിങ് എ വണ്ടർഫുൾ ടോക്ക്. കുറച്ചേ ഞാൻ കേട്ടുള്ളൂ. അടുത്തത്, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈക്ക് ക്യൂർ ലൈക്ക്. A substance causing symptom in healthy person is used to treat similar symptoms in similar patients. And similibus curantur എന്ന ഈ ലാറ്റിൻ വേർഡ് ആണല്ലോ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. റോമൻ പോയിറ്റ് പറയുന്നത് നിങ്ങളൊക്കെ അറിയാം. ലുക്രീറ്റിയസ് പറഞ്ഞേക്കുന്നതാണ് കോഡ് അലി സിബസ് എസ്റ്റ് അലിസ് ഫ്യൂർ അക്രി വെനീനം എന്ന് വെച്ചാൽ
which translate into what is food in one man, it may be a bitter poison to another. ഇതാണ് എന്റെ നീ തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പൊ ചിക്കൻ ആണെങ്കിൽ അത് വേറെ തന്നെ വിഷമായിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ്, നല്ലോണം ലുക്രിറ്റിയസ് പറയുന്നുണ്ട്, വൺ മാൻസ് മീറ്റ് ഈസ് അതർ മാൻസ് പോയ്സൺ. ഇതിന് മനസ്സിലാക്കും. ഒരാൾക്ക് ഹോമിയോപ്പതി ഇഷ്ടപ്പെടും, മറ്റാൾക്ക് ഹോമിയോപ്പതി ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30% പേർക്ക് ഹോമിയോപ്പതി ഹാപ്പി, 30% പേർക്ക് അലോപ്പതി ഹാപ്പി, 30% പേർക്ക് ആയുർവേദം ഹാപ്പി. ദിസ് ഇസ് ദ റൂൾ ഓഫ് 30. സിമ്പിൾ ആണ്. 10 ദൈവത്തിന്റെ ഇരിക്കുന്നത്. ദൈവം പറയില്ലേ, നീ ഏത് സിസ്റ്റം ചെയ്താലും വാ മുകളിലോട്ട് പോ എന്ന് പറയുന്നത് 10%. അപ്പൊ എത്രയായി? 100 ഇതാണ് എന്റെ പ്രിൻസിപ്പിൾ. അല്ലാതെ അലോപ്പതി പഠിച്ചവന് 90%, ഹോമിയോപ്പതി പഠിച്ചവന് 10% ചികിത്സിക്കുക എന്നുള്ള അല്ല. ആൾ ആർ ഗിവൺ equal opportunities to treat patients. Okay, now I am going to aim of personalized approach. ഹോമിയോയിലെ ഹൈലി ഇഫക്റ്റീവ് ആണ്. നേരത്തെ സാറ് പറഞ്ഞതൊക്കെ ഹൈലി ഇഫക്റ്റീവ് ആണ് ആൻഡ് വെരി ജെന്റിൽ ആണ്. ഈ 1 വയസ്സ് 30 ദിവസം പ്രായമുള്ള കൊച്ചും സുഖമായിട്ട് കഴിച്ചോളൂ മരുന്ന്. ആൻഡ് നോൺ ഇൻവേസീവ് ട്രീറ്റ്മെന്റ് വിത്ത് നെഗ്ലിജിബിൾ സൈഡ് എഫക്ട്. സൈഡ് എഫക്ട് ഇല്ല. ആരെങ്കിലും ഹോമിയോപ്പതി വഴിക്ക് ചൊറിഞ്ഞുകൊണ്ടൊന്നും ആരും വന്നിട്ടില്ല. So that is another importance of homeopathy. So with this basic introduction, let me enter into my area where gadgets are there. നമ്മുടെ ഉപകരണങ്ങൾ ഇരിക്കുന്നത് കണ്ട, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് സ്റ്റെതസ്കോപ്പ് എന്റെ കിടയിലുള്ളത്. ഇതിനെ എടുത്തത് എനിക്ക് വേണ്ട, ഇത് നേഴ്സിന്റെ കൊടുത്താൽ മതി, അവള് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ സൗണ്ട് എന്റെ മേശപ്പുറത്ത് കേട്ടോണ്ടിരിക്കും. ഇതാണ് AI ബേസ്ഡ് സ്റ്റെതസ്കോപ്പ്. ഇത് കണ്ടുപിടിച്ചത് ബോംബെ IIT-യിലെ പിള്ളേരാണ്. അവര് 18,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഇത് പല ഡോക്ടർമാർക്കും ഉപയോഗം വേണ്ട. ഇത് കൊണ്ടെങ്കിൽ നേഴ്സുമാർ വീട്ടിൽ പോയി ഇത് പേഷ്യന്റ് പുറത്ത് വയ്ക്കുമ്പോൾ ആ സൗണ്ട് എന്റെ മൊബൈലിലോ എന്റെ ലാപ്ടോപ്പിലോ ഇത് കേട്ടോണ്ടിരിക്കാം. ഇതാണ് ഈ സ്റ്റെതസ്കോപ്പിന്റെ ഗുണം. ഇത് AI സ്റ്റെതസ്കോപ്പാണ്. Now I am going to the next one. AI വാച്ച്. ഇത് എന്റെ ക്ലിനിക്കിൽ ഉള്ളതാണ്. ഒരു രോഗിയുടെ ECG എടുക്കണമെങ്കിൽ ബ്ലൗസ് ഒന്നും ഊരണ്ട, കയ്യിൽ ഇത് കെട്ടിയാൽ മതി, ECG എടുക്കാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് AI വാച്ച്. കാർഡിയോ സെൻസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. ഇത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗിയുടെ പൾസ്, അതിന്റെ സാച്ചുറേഷൻ, അതിന്റെ മയോകാർഡിയൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഫാക്ടേഴ്സ്, അതെല്ലാം ഈ വാച്ച് 20 പേജുള്ള റിപ്പോർട്ട് തരും. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഒരു പേഷ്യന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം സ്റ്റഡി ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് ഹോമിയോപ്പതിക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ്. കാര്യം ഇത് സെല്ലുലാർ ട്രീറ്റ്മെന്റിന് കൊള്ളാം, വാസ്കുലാർ ട്രീറ്റ്മെന്റിനല്ല. വാസ്കുലാർ ട്രീറ്റ്മെന്റിനാണ് ഇപ്പോഴിത് നടക്കുന്ന കാർഡിയോളജി മുഴുക്കുകയും കുഴൽ കൊണ്ട് വെക്കുക, അതോടെ രക്ഷപ്പെടുമെന്നാണ് വിചാരം. അല്ല, രക്തക്കുഴലിൽ കൊണ്ട് സ്റ്റെന്റ് വെച്ചെന്നും പറഞ്ഞ് അസുഖം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അസുഖം അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. അത് കൊണ്ടു ചെന്നാൽ അതിന്റെ കാലാവധി 4-5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും അടയും. അടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് അതിനകത്തോടെ ഒരു സ്റ്റെന്റ് കൊണ്ടുവയ്ക്കാന്ന് പറയും. അപ്പൊ എളുപ്പം അടയും. അതാണ് ഇതിനകത്തുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റെന്റ് തെറാപ്പി, ബൈപ്പാസ് സർജറി എല്ലാം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് AI വന്നാൽ. ഇതാണ് അലോപ്പതി ഡോക്ടർമാർ മൗനം പാലിക്കാനുള്ള കാരണം. അപ്പൊ പിടികിട്ടിയ ഇല്ലേ? ഇതാണ് നമ്മൾ ഇനി വരാൻ പോണത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കാർഡിയോളജി, അയാളുടെ പേര് യൂജിൻ ബ്രോൺവാൾഡ്. അദ്ദേഹം പറഞ്ഞെന്നറിയോ, ഇതാണ് ഇപ്പോഴത്തെ വാസ്കുലാർ കാർഡിയോളജി അവസാനിക്കാൻ പോവാണ്. ഇനി വരാൻ പോണ മോളിക്യുലാർ കാർഡിയോളജി. കാര്യം നിങ്ങളല്ലേ മോളിക്യൂളിനെ ട്രീറ്റ് ചെയ്യുന്നത്. സെല്ലിനകത്ത് കയറി ജീനിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരല്ലേ ഹോമിയോപ്പതി ഡോക്ടർമാർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി, യൂജിൻ ബ്രോൺവാൾഡ്. അല്ല, ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ നെക്സ്റ്റ് യുഗം എന്ന് പറയുന്നത് മോളിക്യുലാർ കാർഡിയോളജി. അതിന്റെ തുടക്കമാണ് ഞാൻ ഹൃദയാലിൽ ഇട്ടിക്കുന്നത്. പ്രിസിഷൻ മെഡിസിൻ യൂസിങ് മോളിക്യുലാർ അപ്രോച്ച്. ഒരു ഐഡിയ കിട്ടിയല്ല എന്താണ് ഇന്നത്തെ ടോക്കിന്റെ മെയിൻ കാര്യം. വി ആർ ഷിഫ്റ്റിംഗ് the modality of treatment from vascular level to molecular level.
എന്നും പറഞ്ഞ് സ്റ്റെന്റ് ജോലിയൊന്നും പോകത്തില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യം ഈ രക്തക്കുഴലിനെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. ഈ നെറ്റ്വർക്ക് പോലെ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ സെല്ലിൽ നിന്നാണ്. ആ സെല്ലിൽ നിന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ജീനാണ്. ആ ജീൻ പറയും, ജയബാല ഈ കാണിക്കുന്നില്ലേ നിങ്ങളുടെ ഈ ഡയറ്ററി പാറ്റേൺ ശരിയല്ല, ആ കൊഴുപ്പ് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ എക്സസൈസ് തെറാപ്പികൾ ചെയ്യുകയും ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ അതെറോസ്ക്ലീറോസിസ് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന ആരാണ്? ജീനാണ്. ആ ജീനിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഈ പ്രിസിഷൻ മെഡിസിനിലേക്ക് വരാൻ പോകണം. അപ്പൊ ഐ തിങ്ക് ജീനിനെ പറ്റിയുള്ള കാര്യങ്ങൾ പിടികിട്ടിയെന്ന് തോന്നുന്നു. നൗ ഐ ആം ഗോയിങ് ടു മൈ സെക്കൻഡ് ECG അനാലിസിസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ECG അനലൈസ് ചെയ്യുന്ന യുഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എങ്ങനാ? 86% ലോ ഇജക്ഷൻ ഫ്രാക്ഷൻ ഡിറ്റക്ഷൻ. ആ ECG കണ്ടാൽ അറിയാം ഇവന്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ 40% താഴെയാണ്. അത് AI കണ്ടുപിടിക്കും. ആ ഒരു ക്യാമറയുടെ മുമ്പിൽ അവനെ വെച്ചു കൊടുത്താൽ മതി, സാർ യുവർ ECG ഷോസ് ലോ വോൾട്ടേജ് കോംപ്ലക്സ് ആൻഡ് നോ ROA പ്രോഗ്രഷൻ, ഇജക്ഷൻ ഈസ് 40 ലെസ് ദാൻ 40. പ്രെഡിക്റ്റ് ചെയ്യും. ചോദിക്കുന്നത് എങ്ങനെ? ഞങ്ങൾ എന്റെ ക്ലിനിക്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. AI-യുടെ ചില കാണിച്ചു കൊടുക്കും. അപ്പൊ ഉടനെ പറയും, ഇത് ഇജക്ഷൻ. ഇത് എക്കോയും വേണ്ട, ഒരു വലിയ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ പെരിഫറിൽ ഇരുന്ന ഇന്നസെന്റ് ആയ കാർഡിയോളജിസ്റ്റ് അല്ലാത്ത മെഡിക്കൽ ഡോക്ടർമാർ, ഇൻക്ലൂഡിങ് ഹോമിയോ ഡോക്ടർമാർക്ക് ECG-യെ പറ്റി പഠിക്കണമെങ്കിൽ ഒന്നും വേണ്ട, ഈ AI-യുടെ മുമ്പേ ചെന്ന് ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. അവൻ പറയും, സാർ ദിസ് ഈസ് ഡേഞ്ചറസ്, ദിസ് ഫെലോയുടെ ROA കോംപ്ലക്സ് V1 V2 V3 കുറവാണ്, അതിന്റെ അർത്ഥം ഇങ്ങനെ പമ്പിങ് 40 താഴെയാണ് എന്ന് ഇവൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? ദാറ്റ് മീൻസ് AI ഈസ് ഗോയിങ് ടു ഹെൽപ്പ് all kinds of doctors, whether they are doing allopathy, Ayurveda or homeopathy. ഇതിൽ നിന്നാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ്. ആദ്യം ഞാൻ ECG-യെ പറ്റി കാണിക്കാനുള്ള കാര്യം. എന്നിട്ട് 0.87 എട്രിയൽ ഫിബ്രിലേഷൻ. ഇതാണ് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള കാരണം. ഇങ്ങനെ നടക്കുന്നവർ പെട്ടെന്ന് ബോധം ഇല്ലാതെ വീഴും. ഈ വാച്ച് കെട്ടിയിരുന്നാല് ഇതൊരു വാച്ചുണ്ട്, AI വാച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെടുത്ത് ഈ പറഞ്ഞ എന്റെ വാച്ച് കെട്ടുമ്പോൾ അതിൽ സാർ ക്യോ എന്നൊരു സൗണ്ട് കേൾക്കും. ഏട്രിയൽ ഫിബ്രിലേഷൻ ഈസ് ദെയർ, പെറോക്സിസ്മൽ ഗോ ടേക്ക് റെസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഈ മെസ്സേജ് അവൻ തരുകയാണ്. ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് പറ്റൂല. ഡോക്ടറെ പറയുമ്പോ ഈ വാച്ച് AI പറഞ്ഞു തരാണ്, ഞാൻ ഒന്ന് സൂക്ഷിച്ചോടെ, ഇത്തിരി പ്രശ്നമാണ്, താങ്കളുടെ ഹൃദം തെറ്റിയിരിക്കുക. എന്താണ് ഹൃദം എന്ന് പറയുന്നത്? റെഗുലാരിറ്റി വിത്ത് വിച്ച് വൺ വേവ് സക്സീഡ്സ് എന്നർ. അത് പോയിരിക്കുകയാണ്. ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അടുത്ത ആശുപത്രി പോയി റെസ്റ്റ് എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമെന്ന് പറയാൻ AI നമ്മളെ സഹായിക്കുകയാണ്. അതാണ് AI-യുടെ ഗുണം. ഈ വാച്ച് എന്റെ കയ്യിലുണ്ട്. ആ വാച്ചിന്റെ പടമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നേരത്തെ കാണിച്ചത് ആ ഏട്രിയൽ ഫിബ്രിലേഷൻ കണ്ടുപിടിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ്, ആ വാച്ച് ഉപയോഗിച്ച് എനിക്ക് വേറൊന്ന് കണ്ടു, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, OSA. ഉറക്കത്തിൽ ഉറക്കം വലിക്കും ഓരോരുത്തർ. നമ്മുടെ കൂട്ടത്തിലൊരു 20% ആൾക്കാർക്കും നല്ല ഉറക്കം വലിയാണ്. കുറച്ച് കഴിയുമ്പം സൗണ്ട് കാണത്തില്ല, നിന്നടക്ക് വരും. ദിസ് കോൾഡ് അപ്പിനിയ. ഈ അപ്പിനിയ, ഹൈപ്പർ അപ്പിനിയ ഈ പറഞ്ഞ AI എന്ത് ചെയ്യുന്ന ഡിറ്റക്ട് ചെയ്തിട്ട് അവർ മെസ്സേജ് സൗണ്ട് ഉറക്കത്തില് ചാടി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂർക്കം വലിയ അവൻ കണ്ടിട്ട് അവൻ പറയണ, സൂക്ഷിച്ചോ, താങ്കൾക്ക് നിർത്താവാനുള്ള ചാൻസ് വലിയ ഹൈ ആണ് എന്നുള്ള മെസ്സേജും തരും. ഇതാണ് എന്റെ മകൻ ഡോക്ടറേറ്റ് PhD ചെയ്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് ഞാൻ കൊടുത്തേക്കുന്നത്. ഡിറ്റക്ട് ഏട്രിയൽ ഫിബ്രിലേഷൻ ബൈ സിംപിളി വെയറിംഗ് എ വാച്ച് അവർ ഒരു മോതിരം വെച്ചാൽ മതി. ആ മോതിരത്തിനകത്തൂടെ ഇതിന്റെ ഹാർട്ടിന്റെ റേറ്റ് കണ്ടുപിടിക്കും, RR ഇന്റർവൽ വേരിയേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡീപ്പ് ലേണിംഗ് ആണ് നമ്മുടെ ഈ ECG ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ RR ഇന്റർവൽ കണ്ടുപിടിച്ചിട്ട് അവൻ അവിടെ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യും. സാർ സൂക്ഷിക്കണം, ഇതിന്റെ RR ഇന്റർവൽ വേരിയേഷൻ വലുതായിട്ടില്ല, അടുത്ത് തന്നെ മിക്കവാറും ശ്വാസം മുട്ട് ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഇതാണ് പുള്ളിക്ക് എന്റെ മകന് ഞാൻ കൊടുത്തേക്കുന്ന 5 years PhD പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI ട്രിപ്പിൾ ITയിൽ. അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പബ്ലിക്കിന് ഉപയോഗമുള്ള എന്തെങ്കിലും ചെയ്യണം. ചുമ്മാതിരുന്നുകൊണ്ട് കുറെ കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല. സോ എന്റെ ബേസിക് ആയിട്ട് ശ്വാസം മുട്ട് എന്താണ്, വേരീസ് നമ്മുടെ സൗണ്ട്, വാട്ട് ഈസ് സെൻട്രൽ അപ്പിനിയ, വാട്ട് ഈസ് പെരിഫറൽ അപ്പിനിയ, എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചപ്പോ ആശാൻ ഒരു ഐഡിയ കിട്ടി. ഇപ്പൊ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് സംഭവം ശരിയായി. വാച്ചിറക്കാനുള്ള സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ. ഇപ്പൊ ഞാൻ കാണിച്ച വാച്ച് എന്ന് പറയുന്നത് ഇസ്രായേലുകാരന്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയതാണ്. ഇസ്രായേലിലെ USFDA അപ്രൂവലാണ്.
നമ്മുടെ പയ്യൻ്റെത് നമുക്ക് കേരള ഗവൺമെന്റ് അപ്രൂവൽ കിട്ടണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചുളുവിന് വലിയ ചെലവില്ലാതെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് പമ്പിനെ കണ്ടുപിടിക്കാൻ, മോർട്ടാലിറ്റി റിഡക്ഷൻ, മരണം ഉറക്കത്തിൽ സംഭവിക്കാതിരിക്കാൻ നടക്കും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് 87% HCM ഡിറ്റക്ഷൻ. അത് ECGയുടെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ, ഇതിന്റെ പേരാണ് പാറ്റേൺ. ഏത് ഒരു MBBS അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡിഗ്രി ഉള്ള ഏതിന് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി കണ്ടാൽ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് DT ഇൻവേർഷൻ, V1 V2 എസിമെട്രിക് T വേവ് ഇൻവേർഷൻ ഉണ്ടെങ്കിൽ അവന് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ട്. ആ പാറ്റേൺ കണ്ടിട്ട് 87% ബിഫോർ സിംറ്റം ഡെവലപ്പ് ഈ നമ്മുടെ ECGയിൽ AI കണ്ടുപിടിക്കും. അപ്പൊ AI ഉപകാരിയാണോ ദോഷം ഉള്ളവനാണോ നല്ലവനാണോ ഒന്ന് ആലോചിക്കുക. ആൻഡ് ചെറുത് കിഡ്നി ഡിസീസ്, ഹൈപ്പർ കലീമിയ, അത് ഞാൻ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊട്ടാസ്യം ഹൈ, ബ്ലഡ് ഒന്നും എടുക്കണ്ട, ഈ ECG പാറ്റേൺ എടുത്ത് അനലൈസ് ചെയ്താൽ പറയും സാർ ഇറ്റ് ഈസ് ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം ഈസ് അറൌണ്ട് 5.6 എന്ന് പറയും. ആ ECGയുടെ പാറ്റേൺ കണ്ട അവൻ പറയാൻ പറ്റും. നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ പാറ്റേൺ ഉണ്ട്. ഇത് 5.6, ഇത് 7.5, ഇത് 9, ഇത് അഗോണൽ റിതം എന്ന് അവനെ പഠിപ്പിച്ചാൽ ഈ പാറ്റേൺ കാണുമ്പോൾ അവൻ ഉടനെ പറയും സാർ ഹൈപ്പർ കലീമിയ ആൻഡ് പൊട്ടാസ്യം ഈസ് 5.6. ഇത് ഗുണമാണോ ഇല്ലയോ? ബ്ലഡ് എടുത്ത് അവിടെ കൊണ്ടുപോയി ലാബിൽ കൊടുത്ത് 12 മണിക്കൂർ കാത്തിരിക്കുമ്പോൾ പൊട്ടാസ്യം 5.6 ഇങ്ങനെ അതിനോട് കണ്ടുപിടിക്കും. ഇതാണ് AI അടുത്ത ഏറ്റവും വലിയ ഒരു വിപ്ലവം. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു സീ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതേ കാണിക്കുള്ളൂ. ഇത് ഒരു BP അപ്പാരറ്റസ് ആണ്. ഇത് വെച്ച് ECG എടുക്കാം. 2 കൈ 2 സിൽവർ പ്ലേറ്റ് തൊട്ടാൽ മതി ECG എടുക്കാം. ഇതിൽ കൂടുതൽ എന്താ വേണം? ഒരു രോഗി വന്നു കഴിഞ്ഞാൽ 5 പൈസയുടെ ചെലവില്ല. അവന്റെ ECG നമുക്ക് എടുത്ത് കൈ കൊടുക്കാം, പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് സാധനം. ഇത് AI ബേസ്ഡ് BP കം ECG മെഷീൻ. കൊള്ളൂലേ? ഒരു ലീഡേ കിട്ടുള്ളൂ, എല്ലാ ലീഡും കിട്ടൂല. ഓക്കെ, നമ്മുടെ 2 കൈ റൈറ്റും ലെഫ്റ്റും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ECG സിംഗിൾ ലീഡ് മതിയല്ലോ. AF കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഏക ഒരു സംവിധാനമാണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്ത ഞാൻ പോകാൻ പോണത് AI എൻഹാൻസ്ഡ് എക്കോ കാർഡിയോഗ്രാഫി. എക്കോ കാർഡിയോഗ്രാഫിയാണ് ഇനി നമ്മൾ അടുത്ത. ഇതുവരെ സിമ്പിൾ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ECG മെഷീൻ പറഞ്ഞ്, വാച്ച് പറഞ്ഞ്, ഹാർട്ട് റേറ്റ് കണ്ടുപിടി. ഇനി ഐ ആം ഗോയിങ് ടു ഇത്തിരി കൂടെ കട്ടി കൂടിയ കാര്യമാണ് എക്കോ. എക്കോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് ഈ പറഞ്ഞ നോയിസ് പ്രൊഡക്ഷൻ ഒന്നുമില്ല. അതാണ് എൻ്റെ ഒരു ഗുണം. നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞത് നോയിസ് ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു റൂമിൽ ഡൂം 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 എന്ന് കേട്ടാല് നമുക്ക് ദേഷ്യം ഇങ്ങേർക്ക് വേറെ ജോലിയിൽ കാലത്തെ വന്ന് എക്കോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡൂം ഡൂം, ഇതൊന്നുമില്ല. ചെവിക്ക് പോലും കേൾക്കാൻ പറ്റാത്ത ഡെസിബൽ ഉപയോഗിച്ച്, അൾട്രാ സൗണ്ട് ഉപയോഗിച്ച് സൗണ്ട് ഒരു ഇൻസിഡൻസും റിഫ്ലക്ഷനും വന്ന് നമ്മളെ ഹാർട്ടിൽ തട്ടുന്നു, തിരിച്ചു പോകുന്നു. ഇതിന്റെ രണ്ടിന്റെ വെലോസിറ്റി ഡിഫറൻസ്, ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം കാണുമ്പോൾ വെലോസിറ്റി കിട്ടി. ആ വെലോസിറ്റി ഡിഫറൻസ് വരുമ്പോൾ അതിനകത്തിരിക്കുന്ന എല്ലാണോ, അതാ ബ്ലഡ് ആണോ, മസിലാണോ, വാൽവാണോ എന്ന് കണ്ടുപിടിക്കുന്ന മെഷീനാണ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. സിമ്പിൾ ആയില്ലേ? ഇതിന് പ്രോബ് പൊസിഷനിങ്ങും നോൺ എക്സ്പെർട്ട് കേപ്പബിൾ, വലിയ എക്സ്പെർട്ട് ഒന്നും വേണ്ട, റോബോട്ടിനെ കൊണ്ട് ഇത് ചെയ്യാം. അപ്പൊ റോബോട്ടിനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രോബ് എടുത്ത് കൈ കൊടുത്താൽ മതി, അവരുന്ന് ആ കറക്റ്റ് ലൊക്കേഷൻ പിടിച്ചേരും. ആദ്യം അവൻ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ഏത് ഭാഗത്താണ് എപ്പെക്സ് എന്ന് അവനറിയാം. അവിടെ അവൻ കൊണ്ടുവയ്ക്കും. വെച്ചിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് കാണിക്കുന്നത് കണ്ട ഹാർട്ടിന്റെ 4th ചേംബർ വ്യൂ. ഇപ്പുറത്ത് ഒന്ന് തിരിച്ചിട്ട് മുകളിലോട്ട് കൊണ്ട് അയോട്ട, ഇത് ട്രൈക്കസ്മിഡ് വാൽവ്, എല്ലാം കാണിച്ചു തരും. അതാണ് റോബോട്ടിക് എക്കോ എന്ന് പറയുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞു, നമ്മൾ ഇനി ഉപയോഗിച്ചാൽ മതി. ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അടുത്തത് പോയിന്റ് ഓഫ് കെയർ കേപ്പബിലിറ്റി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇനി വരാൻ പോണ പണ്ട് ഈ കാർഡിയോളജിസ്റ്റുകളൊക്കെ ഇത് പൊതിഞ്ഞ് പെട്ടിക്കകത്തൊക്കെ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പണ്ട് ഞാൻ MBBS പഠിക്കുമ്പോൾ ഈ കാർഡിയോളജി ഡോക്ടർമാർ ഈ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയൊക്കെ വെച്ചേക്ക്. രാത്രി ആരെങ്കിലും ഒക്കെ എടുത്ത് ചെയ്ത് കളഞ്ഞല്ല, അതുകൊണ്ട് പൂട്ടി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പൊ ഇത് കാഷ്വാലിറ്റിയിൽ വെക്കാൻ പോവാണ്. അതന്മാരുടെ ചങ്കരടിക്കാൻ പോവാണ്. കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഡോക്ടർ എടുത്ത് നെഞ്ചത്ത് വെച്ചാൽ മതി. AI പറയും സാർ എജക്ഷൻ ഫ്രാക്ഷൻ ഈസ് 40%, ഷോ രൂപ ആൻഡ് ഇമീഡിയറ്റ്ലി അഡ്മിറ്റ് ഇൻ ICU എന്ന് റിപ്പോർട്ട് കൂടെ തരും. കൊള്ളാവോ ഇല്ലേ? ഡോക്ടർമാരുടെ ജോലി കുറയ്ക്കുകയാണ്, അല്ലാതെ ഡോക്ടർമാരുടെ ജോലി പോവില്ല, ജോലി കുറച്ചു തരും. അടുത്തത് ഓട്ടോമേറ്റഡ് EF കാൽക്കുലേഷൻ. ഇതാണ് അതിന് ഭയങ്കര സംഭവം. ഇയാളുടെ ഒരു ഗുണമെന്ന് വെച്ചാല് 5 സെക്കൻഡ് മതി, 1 2 3 4 5 എന്ന് പറയുമ്പോൾ തന്നെ എക്കോയിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് തരും. അതാണ് ഓട്ടോമേറ്റഡ് EF കാൽക്കുലേഷൻ.
ആൻഡ് വർക്ക്സ് പൂവർ. ഈവൻ ഇമേജ് ഒന്നും വരുന്നില്ല, ഒരു പടം കിട്ടിയാൽ മതി അവന്. 4 ചേമ്പർ അതിനകത്ത് കണ്ടാൽ മതി. ഞാൻ ഉടനെ അതിനകത്ത് ഒരു പടമൊക്കെ വരച്ചിട്ട് 4 ചേമ്പറിൽ, വലിയ ചേമ്പറിൽ LV-ലേക്ക് കയറും. LV കയറിയിട്ട് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചിട്ട് ഉടനെ മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ കണ്ടുപിടിക്കും. ഏരിയ കണ്ടുപിടിച്ച് വോളിയം കണ്ടുപിടിക്കും. തീർന്നു. ഇഞ്ചക്ഷൻ വിത്തിൻ സെക്കൻഡ്സ്. ഇതാണ് നമ്മൾ AI എൻഹാൻസ് എക്കോ കാർഡിയോഗ്രാഫി. എന്നാ ചോദിക്കും, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? എന്റെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സാധനമാണ്. എന്താ, ദിസ് ഈസ് ഇൻ മൈ ഓൺ ക്ലിനിക്. ദിസ് മെഷീൻ എന്റെ റീഡിംഗ് എല്ലാം കണ്ടെത്തേക്കുന്ന അത് അപ്പുറത്ത് പടമെല്ലാം കൊണ്ട് ഇതിനകത്തൊന്നും തൊട്ട് കോസ്റ്റിംഗ് 35 lakhs ആണ് ഈ മെഷീൻ. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല്, പറഞ്ഞുതരാം ഗുണം അടുത്തോട്ട് വരുന്നത്. അപ്പൊ ഇത് പണ്ടത്തെ എക്കോ മെഷീൻ എന്നൊക്കെ പറഞ്ഞാല് ഇതൊന്നും കാണത്തില്ല. അന്ന് 2D എക്കോ ആണ്. X ആക്സിസിലും Y ആക്സിസിലുമാണ് നമ്മളെ പടം വരുന്നത്. ഇപ്പൊ Z ആക്സിസിൽ വരാൻ പോകണം. Z ആക്സിസ് എന്നാണ് 3D എക്കോ. അടുത്ത 4D എക്കോ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്റെ കയ്യിലുണ്ട് ആ സാധനം. 4D എക്കോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു റൂമിനകത്ത് കയറി നടക്കുക, ഏട്രിയത്തിനകത്ത്, ആ വോളിനകത്ത് എത്ര ആർട്ടറി, എത്ര വെയിന്, എത്ര വാൽവ് എന്നെല്ലാം അവൻ കാണിച്ചു തരും. സാർ ഇതാണ് പൾമണറി ആർട്ടറി, ഇതാണ് മൈട്രൽ വാൽവ്, ഇതാണെന്നെല്ലാം കാണിച്ചു തരും. അതാണ് അടുത്ത 4D എക്കോ. ഇതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റെ എക്കോ. ഇതെന്ന് വെച്ചാല് ബുൾസൈ ആണ്. ഈ ബുൾസൈ വെച്ചിട്ട് നമ്മുടെ ഓരോ സെഗ്മെന്റിന്റെയും കൺട്രാക്ഷൻ എത്രയെന്ന് പറയാൻ പറ്റും. അതാണ് ഓരോ സ്കോർ കൊടുത്തേക്കുന്നത്. -18 ആ സെഗ്മെന്റ് സുപ്പീരിയർ സെഗ്മെന്റ്. അല്ല, ബേസ് ആണ് പുറത്ത് കാണുന്നത്. അതിനകത്ത് കാണുന്നത് മിഡ് ആണ്. അതിന്റെ അകത്ത് എപ്പെക്സ്. 3 ഉണ്ട്. എപ്പെക്സ്, മിഡ്, ബേസ്. ആ ബേസിൽ ഇത് നോക്കിയിട്ട് എനിക്ക് പറയാം 18 സൂപ്പറാണ്, കുഴപ്പമില്ല. 18, 22, 26 മസിൽ കൺട്രാക്ട് ചെയ്ത് നമുക്ക് നോക്കി കാണാം. പണ്ട് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അത് കണ്ണുകൊണ്ട് ഞാൻ ഐബാൾ ചെയ്യണം. കണ്ണുകൊണ്ട് ഉരുട്ടിയൊക്കെ നോക്കണം. ഇതെവിടെ ഏതാണ് സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും വേണ്ട, അവൻ പറഞ്ഞത് അനിയ ഇതാണ് നിങ്ങളുടെ എക്കോയില് ഹാർട്ടിന്റെ ബേസൽ സെഗ്മെന്റ് കൊള്ളാം, പക്ഷേ എപ്പിക്കൽ സെഗ്മെന്റ് മോശം. ആ പടം അകത്ത് നോക്കിയ -12 ആണ് കാണുന്നത്. അപ്പൊ എപ്പെക്സ് വലിയ കൺട്രാക്ഷൻ ഇല്ല. തൊട്ട് പുറത്തുള്ള മിഡ് സെഗ്മെന്റും മോശമാണ്, പക്ഷെ ബേസ് സെഗ്മെന്റ് ഈസ് കൺട്രാക്ടിങ് വെൽ. ഇത് ആർക്കും കണ്ടുപിടിക്കാവുന്ന സംവിധാനത്തിലേക്ക് എക്കോ മെഷീൻ വന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ 3D ആൻഡ് 4D എക്കോ. ഇതെന്ന് വെച്ചാല് റിയൽ ടൈം റെൻഡറിങ്, റിയൽ ടൈം. 8:35 പമ്പിങ് എത്ര, 9:30 ആകുമ്പോ എത്ര, അതാണ് ടൈമുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. X, Y, Z. ആ സമയത്ത് ഇതിനകത്തുള്ള വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് 12:30-ക്കുള്ള ഇഞ്ചക്ഷൻ ഇതാണ്. 11:30 ആകുമ്പോഴത്തേക്ക് ഇത് കുറഞ്ഞു വരുന്നോന്നുള്ള കണ്ടുപിടിച്ചാലേ അയാളെ പൊക്കിയെടുത്ത് ICU കയറണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആൻഡ് 3D സ്ട്രെയിൻ അനാലിസിസ് ഉണ്ട്. ഞാനിപ്പോ കാണിച്ചത് 2D സ്ട്രെയിൻ ആണ്. ഇനി 3D സ്ട്രെയിൻ ഉണ്ട്. സൂപ്പർ പരിപാടിയാണ്. നല്ല ഹൃദയത്തിനെ വെട്ടി തുറന്നടക്കെടുത്ത് കാണിച്ചു തരും. എന്നിട്ട് അവന്റെ ഓരോ സെഗ്മെന്റും, സാർ നോക്ക് സാറേ ഇന്ന ഭാഗത്ത് വർക്ക് ചെയ്തില്ല എന്തവൻ പറഞ്ഞുതരും. അപ്പൊ അത് വെച്ചിട്ട് ഏത് രക്തക്കുഴലും ബ്ലോക്ക് ആയെന്ന് അവൻ പറഞ്ഞുതരും. ആൻജിയോ വേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ഇപ്പൊ കഴിയുന്നത് ആൻജിയോ പേഷ്യന്റിനെ വിടാറില്ല. വിട്ട് കഴിഞ്ഞാൽ അവന്റെ കിഡ്നി കൂടെ അടിച്ചോണ്ട് ഉള്ള ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കിഡ്നി കൂടെ പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ രക്ഷയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് ആവശ്യപ്പെടും, സാറേ ഒരു ആൻജിയോ ചെയ്യണ്ടേ എന്ന് പറയുകയാണെങ്കിൽ പോയി ചെയ്ത് വടി കൊടുത്ത് അടിയും വാങ്ങിച്ചോണ്ട് വാന്ന് പറയും. ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു എന്റെ അടുത്ത്. അവരുടെ നിനക്ക് ഹാർട്ടിന് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറയും, സാറിന് എങ്ങനെ നോക്കി പറയുന്നത്. ഞാൻ പോയി ചെയ്തോണ്ടിരുന്നപ്പോ ഒന്നുമില്ല. അപ്പോഴും മനസ്സിലായി നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, AI-ക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. AI ഉപയോഗിച്ചുള്ള എക്കോ ആണ് ഞാൻ കാണിച്ചത്. Now I am going to see ഇതാണ് 4D എക്കോ. 4D എന്ന് എഴുതിയിരിക്കുന്നുണ്ടാ, അതാ ഇന്റേണൽ ഡീറ്റെയിൽസ് എല്ലാം തരും. മറ്റേ 2D ചുമ്മാ X ആക്സ് Y ആക്സ് കണ്ടുള്ളൂ, ഒരു പടം കാണാം, അത്രേ ഉള്ളൂ. അതാണ് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടത്. നൗ വി ആർ ഈ യുഗത്തില്, നിങ്ങളുടെ ഈ ശാസ്ത്ര യുഗത്തില് ഇതൊരു വലിയ വിപ്ലവം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. അടുത്തത് AI റിസ്ക് പ്രഡിക്ഷൻ ഗൈഡ് ലൈൻ ഡയറക്ടർ മെഡിക്കൽ. ഇന്ത്യയില് AI-യുടെ ഒരു ഗുണമാണ്, ഞാനത് എന്റെ ക്ലിനിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാള് വന്നാൽ അവന്റെ ഡേറ്റ അതിനകത്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിള് രാമകൃഷ്ണൻ 48 വയസ്സ്, നിങ്ങളുടെ ഡേറ്റ, ഹൈറ്റ്, വെയിറ്റ്, ബോഡി സർഫസ്, ബോഡി മാസ് ഇൻഡെക്സ്, പിന്നെ അയാളുടെ ECG ഇത്ര എടുത്ത പടം കാണിച്ചു, എത്രയും കൊടുത്തിട്ട് ഡേറ്റ അനലൈസ്, പ്ലീസ് അനലൈസ് എന്ന് പറയാമോ. ഉടനെ അവൻ മെഷീൻ ലേണിംഗ് വിളിച്ച് അനലൈസ് ചെയ്തിട്ട്, സാർ ദിസ് ജെന്റിൽമാൻ ഹാസ് എ മോഡറേറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഹാർട്ട് ഡിസീസ്. ഇതൊരു ഡോക്ടർ പോലും പറയുന്നത്. ഡോക്ടർ ചോദിച്ചിട്ട് പറയാം, ഞാൻ നോക്കട്ടെ, പിന്നെ ഒരു TMD-യുടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നേ പറയുള്ളൂ. ഇദ്ദേഹം ആണെന്ന് പറയത്തില്ല. ദിസ് ജെന്റിൽമാൻ ഹാസ് നോ വെരി റിമോട്ട് പോസിബിലിറ്റി ഓഫ് heart disease
ആൻഡ് ഡിസ്ചാർജ് ദ പേഷ്യന്റ് ഇമീഡിയറ്റ്ലി നമ്മൾ പറഞ്ഞു തരും. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. റിസ്ക് പ്രിഡിക്ഷൻ ആൻഡ് ഗൈഡ് ലൈൻ ഡയറക്ടർ മെഡിക്കൽ തെറാപ്പി. എയില് ട്രഡീഷണൽ സ്കോർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ട്രഡീഷണൽ നമ്മൾ ജാമ്പാവന്റെ കാലത്ത് ഉപയോഗിച്ച ഇതാണ്. ഫ്രമിംഗ്ഹാം റിസ്ക് സ്കോർ. ഓന പോലെ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, ഈ ഫ്രമിംഗ്ഹാം റിസ്ക് സ്കോർ ആനയാണ്. ഫ്രമിംഗ്ഹാം എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു വില്ലേജിലുള്ള ഡാറ്റകളെല്ലാം കൂടെ പഠിച്ചിട്ട് ഒരു റിസ്ക് ഉണ്ടാക്കി, ഹൈറ്റ്, വെയിറ്റ്, BMI എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പറയും റിസ്ക് ഈസ് 10%. ഇത്ര മിനിറ്റ് എടുത്ത് എല്ലാം കൂടെ ചെയ്യും. മറ്റോ ഒന്നും വേണ്ട, ഹൈറ്റ്, വെയിറ്റ് കൊടുത്താൽ 2 സെക്കൻഡ് ആകുമ്പോൾ യുവിൽ AIML മോഡൽ, മെഷീൻ ലാംഗ്വേജിന്റെ മോഡൽ ഉപയോഗിച്ച് ഡീപ് ലേണിംഗ് ഓൺ EHR. EHR എന്തെന്ന് അറിഞ്ഞിരിക്കുക, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അത് നമ്മുടെ എക്സൽ എടുക്കുക, അതിനകത്ത് നെയിം, ഏജ്, സെക്സ്, ഹൈറ്റ്, വെയിറ്റ്, BMI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ EHR ആയി. ആ EHRന്റെ ഫോട്ടോ എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അവൻ പറയും ഇതാണ് സാധനം, ഇയാൾക്ക് BMI നോർമൽ ആണെന്ന് പറയും. നമ്മൾ വെയിറ്റ് എടുക്കാൻ പോണ്ട, അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ്ട, എല്ലാം കണ്ടുപിടിക്കും. അതാണ് ഓട്ടോ സ്ട്രാറ്റിഫിക്കേഷൻ. ഓട്ടോ സെൽഫായിട്ട് തന്നെ റിച്ച് സ്ട്രാറ്റിഫൈ ചെയ്തും. ആൻഡ് ഗൈഡ് ലൈൻ ഡയറക്ടർ മെഡിക്കൽ ഗൈഡ് ലൈൻ എന്താ പറയുന്നത്, അതിന്റെ റെക്കമെൻഡേഷൻ തരും. എന്താ റോബോട്ടിന്റെ ചോദിച്ചാല് അവരെ, സാർ യുവർ പേഷ്യൻസ് ഡേറ്റ ഐ അനലൈസ്ഡ് ആൻഡ് ഫൗണ്ട് ദാറ്റ് he belongs to a intermediate risk and according to the American guideline നിങ്ങൾ ഈ 3 മരുന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഇഷ്ടമുണ്ടെങ്കിൽ ഒപ്പിട്ട് പറഞ്ഞു കൊടുക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അവന് 2 വഴക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട് കറക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗീവ് ദ പ്രിസ്ക്രിപ്ഷൻ. ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് വലിയ തെറ്റൊന്നും ഇല്ലാതെ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഇതേപോലെ നിങ്ങളുടെ കൊണിയം മാക്കുലേറ്റം എന്തിനാണ് കൊടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് ആ കൊണിയം മാക്കുലേറ്റത്തിന്റെ ആക്ഷൻസ് പനിക്കും ജലദോഷത്തിനും അല്ല, അതിന് പല മലിഗ്നൻസിയിൽ ആക്ഷൻ ഉണ്ട്, സെല്ലുലാർ പ്രോളിഫറേഷൻ, എല്ലാത്തിലും ആക്ഷൻ ഉള്ളതാണ്. അത് ഇതിനെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ പറയും, ഷെയർ ദിസ് ജെന്റിൽമാൻ അക്കോർഡിംഗ് ടു ഹിസ് ബോഡി സ്റ്റാറ്റസ് ആൻഡ് അതിന്റെ ഫോട്ടോ ആദ്യം എടുക്കുക, ഫോട്ടോ എടുക്കുക ആദ്യം. ജയപാൽ ഡോക്ടറുടെ ഹൈറ്റ് ഒക്കെ ഉടനെ ഞാൻ ഫോട്ടോ ഒക്കെ പഠിക്കുമ്പോൾ 5 അടി 164 സെന്റിമീറ്റർ വെയിറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അത് വെച്ച് അവൻ വെയിറ്റ് എടുക്കും. കാര്യം നമുക്ക് ചുറ്റും ഒരു സർക്കിൾ ഇടും. സർക്കിൾ ഇട്ടിട്ട് അതിന്റെ മാസ് അവൻ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് BMI. ഇതാണ് ഇപ്പോഴത്തെ ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. നമ്മള് വെയിൻ മെഷീൻ ഒന്നും വേണ്ട, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു, അവൻ ആ സർക്കിളിന് ചുറ്റും ഒരു വരയിടുന്നു, ആ സർക്കിളിനകത്ത് നമ്മൾ നിൽക്കുന്നു, ഇത്ര ഉള്ളപ്പോൾ നമ്മളെ മാസ് ഹൈറ്റ് ഇത്ര ഉണ്ടെങ്കിൽ വെയിറ്റ് കണ്ട അവൻ BMI കാൽക്കുലേറ്റ് ചെയ്ത് തരും. ആ യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പണ്ട് വെയിങ് മെഷീൻ ചീത്തായി, അയ്യോ സാറ് ജയപാൽ സാറിന്റെ വീട്ടിൽ വെയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അത് 35 കിലോ ഒക്കെ കാണിക്കുന്നു. ഷോയിങ് 98% ആക്യുറസി. പിന്നെ ആരെങ്കിലും ഈ മൊത്തം മെഷീന്റെ പുറകെ പോകുമോ? അതാണ് നമ്മുടേത്. ആൻഡ് ഐ എം ഗോയിങ് ടു സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. റിമോട്ട് മോണിറ്ററിംഗ് മെഡിക്കൽ ഗ്രേഡ്. എക്സാമ്പിൾ, എനിക്ക് നെടുമങ്ങാടുള്ള ഒരു രോഗിയുടെ ഹാർട്ട് റേറ്റ് എല്ലാം അറിയണം. ഈ പറഞ്ഞ സയോപാച്ച്, കാർഡിയോ മെംസ്, ഹാർട്ട് ലോജിക് പറഞ്ഞ സാധനങ്ങൾ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് പുള്ളിയുടെ ഹാർട്ടെല്ലാം കാണാം. എങ്ങനെയുള്ള ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, മിക്സ്ഡ് ബീറ്റ് എല്ലാം ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കും. നെടുമങ്ങാടും പോണ്ട, അയാൾ എന്റെ വീട്ടിൽ വരണ്ട, അവിടെ നിന്ന് മാനേജ് ചെയ്യാം. അതാണ് ഇനി വരാൻ പോണ. സോ റിഡക്ഷൻ ഓഫ് കോസ്റ്റ് റിഡക്ഷൻ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഈ പഴയ കച്ചവടം ഒന്നും നടക്കൂല, ഉള്ള കാര്യം ഞാൻ പറയുന്നത്. പണ്ട് കച്ചവടം ഉണ്ടായിരുന്നത്, മനുഷ്യനെ വന്നു കഴിഞ്ഞാൽ അവന്റെ ആദ്യം കൂടി എല്ലാം കൂടെ സ്കാൻ ചെയ്ത് പഠിക്കുന്നത് എന്തും വേണ്ട, മുഖം കാണുമ്പോഴേ പറയും കയറിയിട്ട് അസുഖമാണ്. അതാണ് ഇപ്പൊ ചൈനയിൽ തുടങ്ങിയിരിക്കുന്നത്. ചൈനയിൽ പോയി എന്തിന്റെ ഫ്രണ്ട് ഇരുന്നാൽ മതി, അതിന്റെ റിസ്ക് നിങ്ങൾ ഡോക്ടറെ എന്ന് കാണണ്ട, ഗോ യു ഹാവ് നോ പ്രോബ്ലം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അവ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ജീവിതത്തിൽ ഈ AI വന്നാലുള്ള കുഴപ്പം. ഓക്കെ, അടുത്തത് അൺനെസസറി കാശ് പോകും. നമ്മുടെ പാക്കറ്റ് ഡോക്ടറുടെ പാക്കറ്റ് പോവില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി MRI, അത് ഭയങ്കര സംഭവമാണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത്. അത് ഈ T1 വെയിറ്റഡും T2 വെയിറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റൊട്ടേഷൻ ഉണ്ട്. അതിന്റെ ആംഗിൾ പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ വാൽവിന്റെ പൊസിഷനൊക്കെ കണ്ടുപിടിക്കുന്നതാണ് MRI. അതിന്റെ LVയുടെ മാസ് കണ്ടുപിടിക്കാം. സ്ട്രെയിൻ അനാലിസിസ്, നമ്മൾ പറഞ്ഞ ഗ്ലോബലും റീജിയണൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. പിന്നെ തിക് സ്കാർ ആണോ തിൻ സ്കാർ ആണോ, അതാ ഇതെല്ലാം ഈ MRI പറയും. സ്കാർ കൂടിക്കഴിഞ്ഞാൽ ഫൈബ്രോസ് ആയി കഴിഞ്ഞാൽ അപ്പൊ അത് പമ്പിങ് കുറവായിരിക്കും. എല്ലാം AI ബേസ്ഡ് ആണല്ല. ഓക്കെ, നോ മയോകാർഡൈറ്റിസ്, വൈറസ് വന്ന് കോവിഡ് വന്ന് ഒരുത്തന് നെഞ്ചിൽ പടപടപടപടായി ഇരിക്കുന്നത്, ഇത് മയോകാർഡൈറ്റിസ് കൊണ്ടാണോ ഇല്ലയോ എന്ന് അറിയണം. നേരെ ഇവനെ കൊടുത്താൽ അത് റിയൽ വേൾഡ് ഡയഗ്നോസ്റ്റിക് എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ അവൻ ഉടനെ ഇഞ്ചക്ഷൻ ഫ്രാക്ചർ അപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഹിസ്റ്ററി കൊടുക്കണം, ചെസ്റ്റ് പെയിൻ, എലിവേറ്റഡ് ഡ്രോപ്റ്റി, ഉടനെ അടുത്ത ചോദിക്കും ഈ ഷോദ
MRIയുടെ പടം എടുത്ത് കാണിക്കാൻ പറയും സാർ ദിസ് ഈസ് അക്യൂട്ട് മയോകാർഡൈറ്റിസ് മീറ്റ് ലൈക്ക് ആൻഡ് ട്രീറ്റ്മെന്റ് സ്റ്റിറോയിഡ്സ് ഇമ്മ്യൂണോ സപ്രഷൻ ആൻഡ് ട്രഡീഷണൽ അനാലിസിസ്. ഉടനെ മരുന്ന് എഴുതി കഴിഞ്ഞു. ഇതാണ് എയുടെ അനദർ അഡ്വാൻറ്റേജ്. ട്രീറ്റ് സ്റ്റിറോയിഡ് കൊടുക്കാൻ പറയും. അടുത്തത് ആക്സിലർ കാർഡിയാക്. നൗ ഐ ആം ഗോയിങ് ടു ഫാസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ വേറബിൾസ് മെഡിക്കൽ ഗ്രേഡ്. ഇപ്പൊ ഒരുപാട് വേറബിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. വയസ്സായ ആൾക്കാരെ തൂക്കിയെടുത്ത് കാറ് പിടിച്ച് ആ 10-12 ആൾക്കാരും കൂടെ കെട്ടി തൂക്കിയെടുത്തിട്ട് ഒരു ആശുപത്രിയിൽ അമ്മാവനും വയ്യ പൊട്ടി എടുത്തോണ്ടാണ് നമ്മളിവിടെ വരുന്നത്. ഇതിന്റെ ആവശ്യമില്ല. ഈ വേറബിൾ എടുത്ത് കൈ വെച്ചു കൊടുത്ത അമ്മാവന്റെ പൾസ് BP എല്ലാം ഇതിനകത്ത് എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വരും. നോക്കി പറയാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടത് ഇന്ന മരുന്നാണെന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ ഇരുന്നോളും. കൊണ്ടുവന്ന് വരുന്ന വഴിയിലൊരു മരണം ഉണ്ടാവില്ല, അടി നടക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അടി നടപ്പാണല്ലോ. കൊണ്ടുവരുന്ന ഡോക്ടർ റെഫർ ചെയ്ത് നെടുമങ്ങാടുന്ന് ഇവിടെ വന്നപ്പോ രോഗി ചത്തുപോയി. അടി അവന്റെ വീട്ടിൽ പോയി ഡോക്ടറെ അടിക്കുക. ഇതൊന്നും നടക്കാതിരിക്കണമെങ്കിൽ വന്ന കുറച്ചടി അവസാനിക്കുക. എന്താ ഹോമിയോപ്പതി ഡോക്ടർമാരെ ആരും അടിക്കുന്നില്ല, അലോപ്പതി ഡോക്ടർമാർ നോക്ക് എടുത്തിട്ട് വെട്ടുന്നത് എന്താണെന്ന് ഞാൻ കൂടെ ആലോചിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായി കൈയിരിപ്പ് മോശമുള്ളത് അതുകൊണ്ട് തന്നെ അടിയിട്ടുന്നത്. അത് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സോ ദേ വാട്ട്സ് അവർ മനുഷ്യത്വത്തോടെ പെരുമാറണം. അവിടെയാണ് നമ്മുടെ ഇതിരിക്കുന്നത്, നമ്മുടെ ഇന്റഗ്രിറ്റി, നമ്മുടെ ഈ നമ്മുടെ കപ്പാസിറ്റി. അത് ഇല്ലാത്തതുകൊണ്ടാണ് അടി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് കാർഡിയാൻ എന്ന് പറയുന്ന സാധനമുണ്ട് ECGയിൽ. CGM കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്. എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. 24 മണിക്കൂറിലെ നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അത് പോരാ ഇങ്ങനെ സ്ട്രൈറ്റ് വെയിൽ വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് നല്ലതാണ്. ഇതിനെ എപ്പോഴും ഇട്ട് കുത്തി ബ്ലഡ് ഒന്നും എടുക്കണ്ട. ആണ് ഇതിന്റെ ഒരു ഗുണം. CGM വെച്ചാൽ മതി. ഇപ്പൊ വന്നേക്കുന്ന സാധനങ്ങളാണ്. ഫോട്ടോൺ കൗണ്ടിങ് CT ഉണ്ട്. ഈ പ്രോട്ടോണിന്റെ ഡെൻസിറ്റി, ഇപ്പം എക്സാമ്പിള് പ്രോട്ടോൺ കൗണ്ടിങ് CT ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രോൺ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ കൺവെൻഷണൽ CT. ഇലക്ട്രോൺ ഇവൻ ഫോട്ടോൺ വെച്ചിട്ടാണ്. ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്, ഫോട്ടോൺ ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ അത് റെസൊല്യൂഷൻ നല്ലതാണ്, ബെറ്റർ ക്വാളിറ്റിയാണ്. മറ്റേ ക്വാളിറ്റി ഒന്നും കാണത്തില്ല ഏത് ഇലക്ട്രോൺ വെച്ചിട്ടുള്ള. അപ്പൊ ഇലക്ട്രോൺ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നൗ പ്രോട്ടോൺ. അപ്പൊ നമ്മുടെ ഒരാൾക്ക് ഒരു വലിയ സിനിമാ നടന് ക്യാൻസർ വന്ന് എന്താ കൊടുത്തത്? പ്രോട്ടോൺ തെറാപ്പിയാണ് കൊടുത്തത്. ആ പ്രോട്ടോൺ കോളനിൽ അടിച്ചപ്പോഴത്തേക്ക് എല്ലാം കരിച്ചു പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇതാണ് അതിന്റെ ടെക്നിക്ക്, ഫോട്ടോൺ തെറാപ്പി. ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു പ്രോബ്ലം വന്നു. അമേരിക്കയിൽ പോയി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് അതിന്റെ പാട്ടും പോയി. ഫോട്ടോൺ തെറാപ്പിയാണ് ചെയ്തത്. ആ ഫോട്ടോൺ ചെന്ന് ആ സെല്ലിനെ മാത്രം നശിപ്പിക്കും, മറ്റിടത്തൊന്നും തട്ടൂല. എന്നിട്ട് യു വിൽ ബി ക്യൂർഡ്. ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടില്ലേ? അതാണ് എന്റെ ടെക്നിക്ക്. അപ്പം ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ്, പെർഫ്യൂഷൻ, ഇതൊക്കെ ഒരുപാട് നമ്മുടെ ഏരിയകളാണ്. പോട്ടെ, റവല്യൂഷണറി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ കുറച്ചേ ഉള്ളൂ. മറ്റേ എക്സ്റേ ഒക്കെ 80% ക്യാൻസർ വരെ അത് മതി എക്സ്റേ എടുക്കാൻ പോയാൽ. ഇപ്പൊ 40% ഉള്ളൂ. കോൺട്രാസ്റ്റ് ഡൈ വലിച്ചു അങ്ങോട്ട് 100 ml അടിച്ചു കയറ്റും. ഇപ്പൊ 30% മതി. ഡൈ ചെല്ലുമ്പോൾ കിഡ്നി എല്ലാം കൂടെ പോകും. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞ് നടക്കും. ആൻഡ് റെസൊല്യൂഷൻ ഭയങ്കരമാണ്. മൾട്ടി എനർജി അതാണ് അടുത്തത്. നൗ ഐ ആം ഗോയിങ് ടു ദ മെഡിക്കൽ റോബോട്ട്സ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സീൻ മെഡിക്കൽ റോബോട്ട്സും ഉണ്ട്, സർജിക്കൽ റോബോട്ടും ഉണ്ട്, കോബോട്ട് എന്ന് പറഞ്ഞാലുണ്ട്. മെഡിക്കൽ റോബോട്ടും ഉണ്ട്, സർജിക്കൽ റോബോട്ടും ഉണ്ട്, കോബോട്ടും ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ഇരിക്കുന്ന എല്ലാം സർജിക്കൽ റോബോട്ടാണ്. അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് ചെയ്യും, പേഷ്യന്റിനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തിക്കും. ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സർജിക്കൽ റോബോട്ട്. പിന്നെ സർജറി ചെയ്യുന്നതിന് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരാൾ പറയുന്നത്, സാറേ ഇനി സാറിന്റെ പണിയൊക്കെ പോയി, റോബോട്ട് ചെയ്യാൻ തുടങ്ങി, ഇനി സാറ് വീട്ടിൽ ഇരുന്നാ പോരെ? ഞാൻ പറഞ്ഞു, അനിയാ നീ പ്ലെയിനിൽ കയറി ഇരിക്കുമ്പോ ഞാൻ പറയാണ് ഞാനാണ് പൈലറ്റ്, അനിയാ ഞാൻ ഇറങ്ങുകയാണ്, നീ റോബോട്ട് പ്ലെയിൻ ഓടിക്കുന്ന പറഞ്ഞാൽ നീ അതിനകത്ത് ഇരിക്കുമെന്ന് ചോദിച്ചു. കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളവിടെ വേണം. സോ ആ എക്സാമ്പിൾ അവന് ശരിക്കും പിടികിട്ടി. നീ ഡോക്ടറെ ഹിന്ദി ആശുപത്രിയിൽ വരേണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി, റോബോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറ്റൂല, അവനെ പഠിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്നതൊക്കെ ആവില്ല, നീ പറയുന്നതൊക്കെ അവൻ കേൾക്കൂല എന്ന് പറഞ്ഞ്. മനസ്സിലായ? അത് പറഞ്ഞോണ്ടാ ഇത്രയും ഭയങ്കരമാണല്ലേ ഈ റോബോട്ടിന് അത്രയ്ക്ക് ബുദ്ധിയുള്ള. അവർ റോബോട്ടിന്റെ ബുദ്ധിയൊന്നുമില്ല, അവനെ നമ്മള് പറഞ്ഞ് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അതാണ് അതിന്റെ കഴിവ് നമുക്കാണല്ല, അവനല്ല. സോ ഐ ആം ഗോയിങ് ടു കത്തീറ്റർ റോബോട്ട്സ് ഉണ്ട്. കത്തീറ്റർ അങ്ങോട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി, ബാക്കി അവ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോളൂ. കറക്റ്റ് പ്രഷറിൽ ബലൂണൊക്കെ ഡയലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് റിമൂവ്സ് ഓപ്പറേഷൻ. ഈ ചില ഡോക്ടർമാർ അറിയാതെ ആങ്സൈറ്റി കൊണ്ട് പ്രഷർ അടിച്ച് കയറ്റും. നടക്കുന്നത് കൊറോണറി അങ്ങ് റപ്ചർ ചെയ്യും, അവിടെ കിടന്ന് ചത്തു.
അപ്പൊ ഇങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യാനാണ് ഈ കത്തീറ്റർ റോബോട്ട്സ് വന്നിരിക്കുന്നത്. കറക്റ്റ് അവൻ പ്രഷർ അത് കൂടുതൽ കൊടുക്കില്ല, മുറിച്ച് കളയേണ്ട. എനിക്കറിയാം ഒരു സർജന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, പേര് പറയില്ല, മുറിച്ചപ്പം സീലിയ ഗാത്രി മുറിഞ്ഞു പോയി, ടൊറൻഷ്യൽ ബ്ലീഡിങ്, ഇങ്ങനെ എങ്ങനെ എന്താ നദി പോലെ അതിനകത്ത് പോയി. അവസാനം എന്ത് പറ്റി, അപ്പൊ ഇതുപോലെ വെളിയിൽ പറയാൻ പറ്റും, കുത്തുഞ്ഞി കെട്ടി ഡെഡ് ബോഡി പറഞ്ഞു വിട്ട്. അതുകൊണ്ടാണ് ഈ ചെയ്യേണ്ട ആക്യുറസി ഇല്ല, പഠിക്കുകയാണ്. അപ്പൊ ഈ റോബോട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ 10-15 കേസുകളെയൊക്കെ ഡമ്മിയിൽ പഠിപ്പിച്ചിട്ടാണ് കൂടെ നിർത്തുന്നത്. അപ്പോഴത്തേക്ക് വലിയ അവന്റെ എത്ര സെന്റിമീറ്റർ വേണമെന്നുള്ള അവൻ ഈ ഫോട്ടോ എടുക്കും. ആദ്യം വയറെ കണ്ട് തുറന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഡിസ്റ്റൻസ് നൈഫും ഇതും തമ്മിൽ അവൻ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് 2 സെന്റിമീറ്റർ അവൻ കറക്റ്റ് അവൻ കട്ട് ചെയ്യും. അതിന്റെ ചുറ്റും കറാൻ പറഞ്ഞ് നമ്മളിവിടെ പറയണം, എൻസർക്കിളേറ്റ് അവൻ എൻസർക്കിളേറ്റ് പ്ലീസ് റിമൂവ്, മറ്റേ കത്തി കൈ എടുത്ത് വലിച്ചെടുക്കും. സാധനം എടുത്ത് ആ കിഡ്നിയിലായിരിക്കുന്നു കൊണ്ടുപോടാന്ന് പറയും. മനസ്സിലായ? ഇതാണ്, അല്ലാതെ റോബോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ ഡോക്ടർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റോബോട്ടിക് എക്കോ, റോബോട്ട് എക്കോ ആ കത്തീറ്റർ ഇത് സാധനം അവന്റെ കൈ പിടിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒരു ഫോട്ടോ എടുക്കും നമ്മൾ, അപ്പൊ നെഞ്ചെവിടെയെന്ന് അവന് പിടികിട്ടി, അപ്പൊ നേരെ അവൻ കൊണ്ട് നെഞ്ചത്ത് വെക്കുക. എപ്പെക്സ് എവിടെയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ ലെഫ്റ്റ് ഇത്ര സെന്റിമീറ്റർ, ആ സെന്റിമീറ്റർ അവിടെ കൊണ്ട് വെച്ചിട്ട് യുവർ ഹാർട്ട് എക്കോ, അപ്പൊ തന്നെ പ്രിന്റ് ഔട്ട് കിട്ടി. കാർഡിയോളജിസ്റ്റിന്റെ ആവശ്യമുണ്ടോ? റോബോട്ട് വരെ. അടുത്തത് റോബോട്ടിക് എക്കോ. നൗ ഐ ആം ഗോയിങ് ടു സർജിക്കൽ റോബോട്ടിക്സ്. അത് ഡാവൻസി സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, മിനിമലി ഇൻവേസീവ് ആണ്. ഇൻസ്ട്രുമെന്റ് CABG ഒക്കെ ചെയ്യാം, ബൈപ്പാസ് ഒക്കെ ചെയ്യാം. പിന്നെ കോബോട്ട് എന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് എല്ലാവരും റോബോട്ട് ഇട്ടിട്ടുണ്ട്. വടി കോബോട്ട്. കോബോട്ട് എന്താ വെച്ചാൽ ഹ്യൂമൻ റോബോട്ട് ടീം വർക്കാണ്. ഇതാണ് കൊളാബറേഷൻ വിത്ത് റോബോട്ടാണ്. ചൈനയും നമ്മളും കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് അവരാണ് കോബോട്ട് എന്ന് പറയുന്നത്. അവര് നമുക്ക് പറഞ്ഞു തരും, നമ്മൾ അത് ചെയ്യണം. അതാണ് കോബോട്ട് ടെക്നോളജി. കൊളാബറേഷൻ വിത്ത് റോബോട്ടിക്സ് ഇസ് കോൾഡ് കോബോട്ട്സ്. ആൻഡ് ഷെയർഡ് കൺട്രോൾ സേഫ്റ്റി സർട്ടിഫൈഡ് ഒക്കെ ഉണ്ട്. അടുത്തത് ഇതാണ് ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന റോബോട്ട്. ഈ റോബോട്ടിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ, ടെമ്പറേച്ചർ, പൾസ്, BP എല്ലാം എടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട്, സാർ യുവർ പേഷ്യന്റ് ഡാറ്റ ഈസ് നോർമൽ, he can be referred to a physician for further analysis നമ്മൾ തരും. അതല്ല പക്ക നോർമൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, പൊക്കോളം പറയും. ഇതാണ് നമ്മുടെ റോബോട്ട്. അറൌണ്ട് 1.2 lakhs ഉള്ളൂ സംഭവത്തിന്. നല്ല റോബോട്ടാണ് ഇത്. അതിന്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് നമ്മളെ കാണുന്ന തെർമോമീറ്റർ ആണ്. അതിന്റെ ഇപ്പുറത്ത് കാണുന്നത് മറ്റേ അതിന്റെ ECG ആണ്. പിന്നെ ഹാർട്ട് റേറ്റ് എല്ലാം ഇത് കണ്ടുപിടിക്കും. അതാണ് റോബോട്ടിക് ടെക്നോളജി. നമ്മൾ ആദ്യമായിട്ട് ക്ലിനിക്കൽ സൈഡിൽ ഞാനാണ് കൊണ്ട് തുടങ്ങാൻ പോണത്. ശരി, ഇതുവരെ ആരും ക്ലിനിക്കലിൽ റോബോട്ടിനെ വെച്ച് പൾസും BP JVP ഒന്നും ആരും പബ്ലിക്കിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളിത് US FDA ഒക്കെ അപ്രൂവ്ഡ് ആണ്. സൂപ്പർ സാധനമാണ്. അടുത്തത് ഇത് അവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ഇവിടെയാണ് ആളുകൾക്ക് ഇതൊരു വലിയ കാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് പാരാമെട്രിക് മാപ്പിംഗ്. പണ്ട് നമ്മള് സൂചിയിട്ട് ബ്രസ്റ്റ് ടിഷ്യൂ കുത്തിയെടുത്ത് അതിനായിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് സ്റ്റെയിൻ ചെയ്ത് നോക്കുന്നതും വേണ്ട. ഇറ്റ്സ് ടിഷ്യൂ വിത്തൗട്ട് ബയോപ്സി ആണ് ഇതിന്റെ പേര്. T1 മാപ്പിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. T2 മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ട്രാൻസ്വേഴ്സ്. മറ്റേത് T1 എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ. ഹൈഡ്രജൻ അയോണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ സ്പിന്നിങ്ങിനെയാണ് സ്പിൻ എന്ന് പറയുന്നത്. മറ്റേത് സ്പിൻ ലാറ്റിസ്. ലാറ്റിസ് എന്ന് വെച്ചാൽ സറൗണ്ടിങ് ടിഷ്യൂ, അതിൽ എഡിമ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ എന്ത് വരുന്നു? T2 മാപ്പിംഗ്. അയൺ ഉണ്ടെങ്കിൽ തലസിമി എല്ലാം ഇത് വെച്ച് കണ്ടുപിടിക്കാം. അടുത്തത് ഇന്റഗ്രേറ്റഡ് പ്രിസിഷൻ മെഡിസിൻ തീരാറായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ. ഇതാണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ്. ഇവിടെ ന്യൂവർ ടെക്നോളജി എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഡേറ്റ. രമേശ് ലാലിനെ ഞാൻ എന്റെ ഡേറ്റാബേസ് ഫയൽ ഞാൻ ഉണ്ടാക്കി. അയാൾ അതാണ്ട് വെയിറ്റും ഹൈറ്റും കൊടുക്കുമ്പോഴത്തേക്ക് BMI കണ്ടുപിടിച്ച് കഴിഞ്ഞു 24.5. അങ്ങനെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി നമ്മളെ വാച്ച് വെച്ച് കണ്ടുപിടിച്ച് ആൻഡ് സിസ്റ്റോളിക് BP, ഡയസ്റ്റോളിക് BP എല്ലാം കണ്ടുപിടിക്കും. അതുകൊണ്ടാ അവസാനം എന്താണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് റഡാർ പ്ലോട്ട്. റഡാർ കണ്ടിട്ടില്ലേ? എവിടെയാണ് ശത്രു ഇരിക്കുന്നത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ശത്രുവിനെ പോയിന്റ് ചെയ്ത് കാണിച്ചു തരും. സാർ, യുവർ ജീനോം ഈസ് ഡിഫക്റ്റീവ്, യുവർ ലിപ്പിഡ് പ്രൊഫൈൽ ഈസ് ഡിഫക്റ്റീവ്, യുവർ ബയോമാർക്കർ ഈസ് ഡിഫക്റ്റീവ് എന്ന് കാണിക്കുന്ന റഡാറാണ് ഈ കാണുന്നത്. ഇറ്റ്സ് കോൾഡ് റഡാർ പ്ലോട്ട്സ്. ഇതാണ് പ്രിസിഷൻ മെഡിസിൻ ആൻഡ് കാർഡിയോളജിയിൽ ഇപ്പൊ അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. ഇത് അതിന് ഏത് പാർട്ടിലാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ്? ഏറ്റവും കൂടുതൽ ജനറ്റിക് പ്രോബ്ലം ആണ്. കുടുംബത്തിൽ എല്ലാത്തിനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ് ഈ ഡേറ്റ കൊടുത്താലുള്ള ഗുണം. അടുത്തത് പാരാഡിം ഷിഫ്റ്റ് ഇൻ മെഡിസിൻ. ട്രഡീഷണൽ മെഡിസിൻ ഇപ്പൊ ഉള്ളത് വൺ സൈസ് ഫിറ്റ് ആൾ. എന്റെ ഉടുപ്പ് എന്റെ അനിയനും ചേട്ടനും ഉപയോഗിക്കാം ആണ് ഇപ്പോഴത്തത്.
ഇനി വരാൻ പോണ പ്രിസിഷൻ മെഡിസിന്റെ എന്റെ ഉടുപ്പ് എനിക്കേ ഇടാൻ പറ്റുള്ളൂ, ബാക്കി അവർക്ക് ഇടാൻ പറ്റില്ല. ദാറ്റ് ഇസ് പേഴ്സണലൈസ്ഡ് ടു ഇൻഡിവിജ്വൽ, ലൈക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്. അവന്റെ കൊടുക്കുന്ന ചികിത്സ അശ്വനിക്ക് ആൽബം എടുത്ത് എനിക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ അത് നിങ്ങൾ കൊടുക്കേണ്ട ആൾ കൊടുക്കുന്നു, അയാൾ ക്ലിയർ ആവുകയും ചെയ്യും. മനസ്സിലായ? അതാണ് അതിന്റെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്. കൊളാബറേറ്റീവ് കെയർ ടീംസ് ആൻഡ് പ്രോആക്റ്റീവ് പ്രിവെന്റീവ് സ്ട്രാറ്റജി. പ്രോആക്റ്റീവ് ആണ് എന്നുവെച്ചാൽ അസുഖം വരുന്നതിന് 5 വർഷത്തിന് മുമ്പേ കണ്ടുപിടിക്കും. ഈ ഇടയ്ക്ക് എന്റെ അടുത്തൊരു പെണ്ണ് വന്ന് നെഞ്ചുവേദന സാറേ, ഇപ്പൊ ഞാൻ വിചാരിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. നമുക്ക് തൊട്ടപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്വെല്ലിങ്, ബയോപ്സിക്ക് വിട്ട് മെമ്മോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് മാലിഗ്നൻസി പോരെ, അപ്പൊ തന്നെ വിട്ട് ആ സെല്ല് അത് മാത്രം എടുത്ത് കളഞ്ഞ് ബ്രസ്റ്റ് ടിഷ്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് കഷത്ത് പോയിരുന്നെങ്കിലോ T0 N1 നോഡും 1ഉം M1 മെറ്റാസ്റ്റസിസ് ബ്രെയിനിൽ പോയെങ്കിൽ ശ്രീവന്തിക്ക് പറ്റിയാണെങ്കിൽ വരൂലായിരുന്ന. ബ്രെയിനിൽ പോയാൽ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിൽ നിന്നും ഇയർലി ഡിറ്റക്ഷന് പ്രിസിഷൻ മെഡിസിൻ സൂപ്പറാണ്. അതാണ് എന്റെ. ഈവൻ ബ്ലഡിൽ ഒരാളെ സ്ക്രീൻ ചെയ്യുക, അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ജനറ്റിക് പിഡിഗ്രി ചാർട്ടങ്ങാണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പറയും, സാർ 75% of chance of developing breast cancer, BRCA1, BRCA, breast associated cancer, 1 gene is affected എന്ന് നമുക്ക് കാണിക്കും. അതെടുത്ത് ട്രീറ്റ് ചെയ്താൽ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള കീമോതെറാപ്പിയെ കൊടുത്ത് കുളവാക്കണ്ട. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈ ജീനിന്റെ ജീനിനിപ്പോ ടാർഗറ്റഡ് തെറാപ്പിയൊക്കെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളെ കഴിച്ചാൽ നിങ്ങൾ ചെറിയ മൈന്യൂട്ട് ഡ്രഗ് കൊടുത്ത് ആ സെല്ലിന്റെ ആ ഡിവിഷനെ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് അതിന്റെ അകത്തിട്ട് നിങ്ങളുടെ ഒരു ഡോക്ടർ പറഞ്ഞ് കോണിയം മാക്കുലേറ്റ് ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുത്തു നോക്കുക, എന്നിട്ട് അതിന്റെ ജീൻ അനാലിസിസ് നടത്തണം. ആ ജീൻ കൊടുത്തിട്ട് അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പറഞ്ഞു. ആ എക്സ്പ്രഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ് വിത്ത് യുവർ മെഡിസിൻ, നത്തിങ് വിൽ ഹാപ്പൻ. അത് 10 വർഷം കഴിയുമ്പോഴായിരിക്കും അവൻ CA ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. ഏർലി ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്തൂടെ? ആണ് പ്യൂറേറ്റീവ് മെഡിസിൻ ഇൻ ഹോമിയോ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റ് നൗ ഐ ആം ഗോയിങ് ടു സീ ദി ജിനോമിക്സ് ആൻഡ് എപ്പിജിനോമിക്സ്. ഇതാണ് എന്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ. ജീനുകളെ എപ്പിജിനോമിക്സ് എന്താണെന്നത്, GNA എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ആണ്. അത് അച്ഛന്റെ അമ്മയുടെ നിന്ന് കിട്ടിയത് തൊടാൻ പറ്റില്ല. ആ ATGC എന്ന് പറഞ്ഞ അവൻ എഴുതി ഉണ്ടാക്കി തള്ളി പോയിരിക്കുക. അടുത്ത ഏരിയയാണ് ഞാനും നിങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് എപ്പിജിനോമിക്സ്. അതാണ് എൻവയറമെന്റൽ കൺട്രോൾ, യുവർ നോയ്സ്, യുവർ എക്സ്റ്റേണൽ വൈറസ്, എക്സ്റ്റേണൽ ബാക്ടീരിയ. വൈറസ് ആണ് ഈ ക്യാൻസറിന്റെ എല്ലാത്തിന്റെ തുടക്കം. അവൻ വന്ന് DNA റിപ്ലിക്കേറ്റ് ചെയ്ത് കളയും. അപ്പൊ പിന്നെ സ്വെല്ലിങ് വലുതായി വരും. അപ്പൊ അതിന് എൻവയറമെന്റ് ആൻഡ് വൈറസ്, DNA മെത്തിലേഷൻ എന്നൊരു സംഭവം ഉണ്ട്. ജീനിനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് ജീനിനെ സൈലൻസ് ചെയ്യും. ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ, ക്രോമാറ്റിൻ ചേഞ്ചസ് ആണ്. ആൻഡ് ലൈഫ്, ഡയറ്റ്, സ്ട്രെസ്, എക്സസൈസ്. സ്ട്രെസ് കുറയ്ക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പോവുക, ആൻഡ് യു ക്യാൻ മാനിപ്പുലേറ്റ് യുവർ ജീൻ ആൻഡ് പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക്. ദിസ് ഈസ് മൈ DNA മെത്തിലേഷൻ. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തിലേഷൻ. നമ്മൾ ഇപ്പോഴേ കൊടുത്തു തുടങ്ങി. മെത്തൈൽ ഗ്രൂപ്പ് ഈസ് ആഡഡ് ടു DNA മോളിക്യൂൾ. സ്വിച്ച് ജീൻ ഓൺ ഓർ ഓഫ്. സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഇൻസൈഡ് ദ ബോഡി. സെല്ലിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതിന്റെ പേരാണ് ഹിപ്പോപാത്തോ എന്ന് പറയുന്നത്. ഹിപ്പോപ്പൊട്ടാമസ് കണ്ടിട്ട് സെല്ലിന് ഒരു കൺട്രോളും ഇല്ല. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടറിഞ്ഞ ഒരു സെല്ല് 10,000 കണക്കിന് വലുതായിരിക്കുകയാണ്. ആ ഹിപ്പോപാത്തോയ്ക്കകത്ത് കയറുമ്പോൾ സെൽ അൺകൺട്രോൾ ആവും. കാര്യം എന്താ? അതിന്റെ എക്സ്പ്രഷൻ കൈ നിൽക്കാത്ത നിലയിൽ പൊക്കളഞ്ഞ്. അതേസമയം ഒരു പൂച്ചയ്ക്ക് അത്രയും വരുന്നില്ലല്ലോ. ജീനാണ് ഈ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ, മോഡിഫൈഡ് ബേസസ് എന്ന് പറഞ്ഞാൽ അഡിനൈൻ N6 മീഥൈൽ അഡിനൈൻ ആക്കി കളയും. സൈറ്റോസിൻ 5 മീഥൈൽ സൈറ്റോസിൻ. ഇത് ആക്കി കഴിഞ്ഞാൽ ജീനിനെ നമുക്ക് സൈലൻസ് ചെയ്യാം. ഇത് തന്നെയാണ് നിങ്ങളെ കോണിയം മാക്കുലേറ്റം ചെന്ന് ഈ ജീനിൽ ചെന്ന് ഇതുപോലുള്ള ഈ മോഡിഫിക്കേഷൻ നടത്തുന്നതുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഇതൊക്കെ എഫക്ട് ചെയ്യുന്നുള്ള എന്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം നമുക്ക് അവസാനം സംസാരിക്കാം. What you people are thinking. My idea is this. This will go and enter the nuclear pores and entering to the DNA. DNA-ക്കകത്ത് 4 സാധനങ്ങളുണ്ട്. ഒന്നിന്റെ പേര് ഷോർട്ട് ആമും ലോങ് ആമും ഉണ്ട്. ലോങ് ആമില് ആ ന്യൂക്ലിയോറ്റൈഡ് ചുരുട്ടി നിങ്ങളെ നെയ്യാറ്റിക് ലെവൽ കാണും. അതിനകത്തുള്ള ചുരുട്ട് കണ്ടു കഴിഞ്ഞാൽ ആ നെയ്യാറ്റിക് ലെവലോ നിങ്ങളും കാണും. അത്രയ്ക്ക് ലോങ് ആണ്. അതിനകത്താണ് കോഡ് ചെയ്തിരിക്കുന്നത്. ജയപാൽ സാറിന് എപ്പോഴാണ് മുകളിലോട്ട് പോകേണ്ടത്, എപ്പോഴാണ് താഴോട്ട് വരേണ്ടത്, എപ്പോഴും MBBS അഡ്മിഷൻ കിട്ടും, എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ജീനിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ എൻട്രൻസിൽ വരുന്നത്. എന്താണ്? പഠിപ്പിച്ച് 10 പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ അവൻ പോയി എൻട്രൻസ് ചെയ്ത് അവൻ ഡോക്ടറാവും. അല്ലേ?
അല്ലാതെ ഇതാണ് അതിന്റെ ടെക്നിക്ക്. ആ ബ്രെയിനിന്റെ അകത്ത് അവൻ കയറി കഴിഞ്ഞ് അപ്പൊ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ആലോചിക്കണ്ട, പെട്ടെന്ന് ടക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നു. ദിസ് കോൾഡ് എഡ്യൂക്കേഷൻ ഓഫ് ജീൻസ് യൂസിങ് ഹാർഡ് വർക്ക്. നെക്സ്റ്റ്, AI പവേർഡ് കാർഡിയാക് മോണിറ്ററിംഗ്. ഇതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. എന്റെ കാർഡിയോ സെൻസിൽ ECG, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, PPG, അതാണ് എന്റെ അതിനകത്തുള്ളത്. PPG ഫോട്ടോൺ പ്ലീത്തോസ്മോഗ്രാഫി, ബ്ലഡ് വോളിയം ചേഞ്ചസ്. കൈയുടെ അകത്തൂടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ആ കാപ്പിലറിന്റെ വരുമ്പോൾ വോളിയം ചേഞ്ചിനെ കാണുന്നതിനാണ് PPG. അതിൽ വെച്ചാണ് SpO2 കണ്ടുപിടിക്കുന്നത്. അത്ര ഭയങ്കരമാണ്. ഇതെല്ലാം വന്നത് എന്തുകൊണ്ടാണ്? കോവിഡ് വന്നതോടെയാണ് ഇതെല്ലാം എന്റെ തലയിൽ കയറിയത്. ഇല്ലെങ്കിൽ ഈ ഏരിയയിലെ വരില്ലായിരുന്നു. 1989 യുഡോ വാൻ റൊസോം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇത് കണ്ടുപിടിച്ച് 89 91 അയാള് യൂറോപ്പ് കോൺഫറൻസ് കൊണ്ട് പ്രസന്റ് ചെയ്ത്. പിന്നെ ഒരു അനക്കവും ഇല്ല. എല്ലാവരും പറയും ഇവന് ഭ്രാന്താണ്, ചുമ്മാ എന്തോന്നൊക്കെ പറയുന്നത്. മെഷീൻ ലേണിംഗ്, എന്തോ മെഷീൻ എന്തോ ലേൺ ചെയ്യുന്നു, എന്തോന്ന് ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ മിണ്ടാതിരുന്നു. 2019 ആയപ്പോ കോവിഡ് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കാണ് അതെന്തോ വൈറസ് കയറി വന്ന. അപ്പൊ വൈറസിന്റെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ച് മൈക്രോ ക്വാണ്ടിറ്റി മൂക്കിൽ നിന്ന് കുത്തിയെടുത്ത് അതിനകത്ത് കൊണ്ട് ഒഴിച്ച് അതിന്റെ PCR ചെയ്ത് അതിന്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോൾ ഇത് കോവിഡ്, മറ്റത് കോവിഡ് അല്ല. ഇത് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ നിന്നത്. യുഡോ വാൻ റൊസോം. അയാളെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഇപ്പൊ ഈയിടയ്ക്ക് ജീൻ കണ്ടുപിടിച്ച ആൾ മുകളിൽ ഇന്നലെ പോയി വാട്സൺ. അദ്ദേഹത്തിന്റെ ജോലി അഡിനൈൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിനൈൻ ഗ്വാനിൻ ആ സീക്വൻസിങ്ങിന് പുള്ളിയാണ് പഠിപ്പിച്ചതും. അന്ന് ബോട്ടണിക്കകത്താണ് കംപ്ലീറ്റ് ഈ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഉള്ളത്. സുവോളജിയിലും വന്നു, ഇപ്പൊ ഹ്യൂമനിൽ വന്നതായി, ഇപ്പൊ AI-യിലും വന്നില്ല. AI-യിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബയോടെക്നോളജിയിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് അനാലിറ്റിക്സിൽ ഇതാണ് നമ്മുടെ SCG എന്ന് പറയുന്ന സംഭവമുണ്ട്. മെക്കാനിക്കൽ കാർഡിയാക് വൈബ്രേഷൻസ്. SCG ഹൃദയത്തിന്റെ ഈ സെല്ലിനകത്ത് ഓരോ സെല്ലുകൾ. ഞാനൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്, സെൽ വിൽ ടോക്ക് ഇച്ച് അതർ എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടോ? ഓരോ സെല്ലും മൈറ്റോകോൺട്രിയ, അതിന്റെ തൊട്ടടുത്ത് റിബോസോം, അതിന്റെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോം, ഗോൾഗി അപ്പാരറ്റസ്. ഈ അണ്ണന്മാരെല്ലാം ഭയങ്കര സംഭാഷണങ്ങളാണ്. ആരെങ്കിലും വെളിയിൽ വന്ന് ഇറച്ചി വാരി തിന്നു വെച്ചോ, ഞാൻ പഠിച്ച എന്റെ എക്സ്പീരിയൻസ് പറയണോ, മാട്ടിറച്ചി വാരി തിന്നിരിക്കുകയാണ്. ഇവന്റെ സാധനങ്ങൾ അകത്തോട്ട് ചെല്ലുമ്പോൾ സെല്ലിന്റെ പുറത്ത് വന്ന് ഇയാൾ വായി നോക്കി അകത്ത് കയറാൻ സമ്മതിക്കില്ല. എന്താണെന്ന് അറിയാമോ? സൈസ് വലുതാണ്. ആ പോറ് വഴി കയറത്തില്ല. പുറത്തിരുന്ന് എരീമ ഉണ്ടാക്കി വണ്ണം വെച്ച് വരും. അതാണ് ചിക്കനും ഈ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ ഓരോ അണ്ണന്മാർ പെരുകി വരുന്നത്. ഇതാർക്കും അറിഞ്ഞുകൂടെ. എല്ലാവരും വിചാരം എന്ന് പറയാം, വണ്ണം വെച്ച് കുട്ടപ്പലായി. അല്ല, ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സെല്ലിന്. അതേസമയം നിങ്ങൾ വെള്ളം കുടിച്ചു നോക്കിയേ, വെള്ളം അകത്ത് കയറിപ്പോവും. സെല്ലിനകത്ത് കയറി ആ പോറ് വഴി അക്കോപോർ എന്ന് പറയുന്ന പോറുണ്ട്. ആ പോറ് വഴി അവൻ കയറി സെല്ലിനകത്ത് റിയാക്ഷൻ നടക്കും. ഈ മാംസപേശികളെല്ലാം കൂടെ വെളി വന്ന് നോക്കി വീട് നമ്മൾ ചില കല്യാണത്തിൽ ഉള്ളപ്പോഴത്തേക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കത്തില്ലേ? അതേ ഗതിയാണ് ഈ മാട്ടിറച്ചിക്കും കോഴിയിറച്ചിക്കും പാമ്പിന്റെ ഇറച്ചിയൊക്കെ ഈ ചൈനക്കാർ തിന്നുന്നത്. എല്ലാം കോശത്തിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കും. അപ്പോഴാണ് മാക്രോഫേജ് വന്ന് അവനെ തിന്നാൻ നോക്കും. മാക്രോഫേജ് അകത്ത് വരുമ്പോൾ മാക്രോഫേജ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ, ഇൻഹിബിറ്റഡ് ഫാക്ടർ എല്ലാം കൂടെ വന്ന് അവനെ കഴുത്ത് പിടിച്ചിട്ട് വിളിക്കളയും. ഇതാണ് എന്റെ മെക്കാനിസം. അതുകൊണ്ട് എല്ലാവരും എന്റെ അടുത്ത് ഷാർ ഇത് എന്താ പറയുന്നത്, എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക. ദിസ് ഈസ് ദ ടെക്നിക് ആൻഡ് ഐ വാണ്ട് ടു ഹൈലൈറ്റ് വൺ ആർ തിങ് ആൻഡ് ഫിനിഷ്. ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ അപ്രോച്ച്, അവിടെയാണ് നമ്മുടെ ഹോമിയോ, ആയുർവേദം, അലോപ്പതി പറയുന്നത്. കണ്ടാ, എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ് അലോപ്പതി. ക്ലിനിക്കൽ ട്രയൽ വാലിഡേഷൻ ഉണ്ട്. ക്വിക്ക് ടാർഗറ്റഡ് സിംറ്റംസ് റിലീഫ് ഉണ്ട്. ആൻഡ് അക്യൂട്ട് കണ്ടീഷൻസ് ആണ് മാനേജ് ചെയ്യുന്നത്. ക്രോണിക് കണ്ടീഷനെ നമുക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല. അതാണ് നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അക്യൂട്ട് ഓക്കെ. വാട്ടബൌട്ട് ആയുർവേദം? ആയുർവേദത്തിനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ രണ്ടും ഗുണമുണ്ട്. ഏതിന്? സോ ഐ തിങ്ക് ടൈം ഈസ് അറൗണ്ട്. ഓക്കെ, ആയുർവേദത്തിന് വാസ്കുലാറും സെല്ലുലാറും ബാലൻസ്ഡ് ആണ്. വാട്ട് അബൌട്ട് ഹോമിയോപ്പതി? സെല്ലുലാർ. വാസ്കുലാറിന് വലുതായിട്ട് ആക്ഷൻ കുറവാണെന്നാണ് എന്റെ ബ്രെയിനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യാം. സെല്ലുലാർ ടു വാസ്കുലാർ ആണ്. ഒട്ടും ഇല്ലെന്നല്ല, സെല്ലിലാണ് കൂടുതൽ ആക്ട് ചെയ്യുന്ന, വാസ്കുലാർ വളരെ കുറച്ചേ ഉള്ളൂ. ആൻഡ് കോംപ്ലിമെന്ററി ട്രീറ്റ്മെന്റ് ആണ്. ആൻഡ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. കറക്റ്റ്. ആൻഡ് ഡുവൽ ultra dilution principle, homeopathic dilution. Dilute potency increases. That is what I am telling. Now, multi-omics integration. Okay. ഞാനൊരു മീറ്റിംഗ് ഇരിക്കാമെന്ന് പറയാം. നമ്മളൊരു അഡ്വക്കേറ്റ് വിളിക്കാം. കാരണം നമ്മളൊരു മീറ്റിംഗിൽ AI-യുടെ മീറ്റിംഗ് ഇരിക്കാൻ വിളിക്കാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോള്
മൾട്ടിയോമിക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതാണ് ഇനി വരാൻ പോണ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിയോമിക്സ്? നമ്മുടെ ജീനിന്ന് DNA RNA ഉണ്ടായി, RNA പ്രോട്ടീൻ ഉണ്ടായി, പ്രോട്ടീൻ അമിനോ ആസിഡ് ഉണ്ടായി. ഈ നാലിനെയും കൂടെയാണ് മൾട്ടിയോമിക്സ് എന്ന് പറയുന്നത്. DNA പ്രോട്ടീനിൽ പോകുന്ന ആ പാത്വയുടെ പേരാണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയാണ്, DNA ട്രാൻസ്ക്രിപ്ഷൻ. അടുത്ത സ്റ്റേജ് RNA പ്രോട്ടീൻ ഉണ്ടാകുന്നതാണ് പ്രോട്ടിയോമിക്സ്. പ്രോട്ടീനിൽ നിന്ന് അമിനോ ആസിഡ് ഉണ്ടാകുന്നതാണ് മെറ്റബോളോമിക്സ്. ഈ മൂന്നിനെയും കൂടെ നമ്മൾ സ്റ്റഡി ചെയ്തതാണ് പ്രിസിഷൻ മെഡിസിൻ. നമ്മൾ എന്റെ അവിടെ അതെല്ലാം ചെയ്തു തുടങ്ങി. ഈ ജീനെ എടുത്ത് വെച്ച് അതിന്റെ വാല്യൂ അതിനകത്ത് എൻ്റർ ചെയ്യുക, പറയും സാർ യുവർ ഡിഫക്റ്റീവ് ജീൻ ആൻഡ് ഹി റിക്വയർസ് എ ജനറ്റിക് തെറാപ്പി എന്ന് പറയും. അതാണ് മൾട്ടിയോമിക്സ് ഇന്റഗ്രേഷൻ, ഹോളിസ്റ്റിക് അപ്രോച്ച്, ജിനോമിക് DNA, എപ്പിജിനോമിക് റെഗുലേഷൻ, ട്രാൻസ്ക്രിപ്റ്റോമിക്സ് RNA, പ്രോട്ടിയോമിക്സ് പ്രോട്ടീൻ, മെറ്റബോളോമിക്സ് മെറ്റബോളൈറ്റ്സ്. ഇത് ഒമേഗ ഫാറ്റി ആസിഡ്സ്. അതാണ് ഞങ്ങളുടെ ഒമേഗ വെച്ചാണ് ഞാനിപ്പോ സെല്ലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്തറോസ്കുളസ് മറ്റേ റോസുവാസായിട്ട് ഒന്നും കൊടുക്കൂല, അതൊക്കെ ഡയബറ്റിസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഐ യൂസ് ടു ട്രീറ്റ് വിത്ത് ഒമേഗ ഫാറ്റി ആസിഡ്. സെല്ലുലാർ ഹെൽത്ത് ആണ്. സെല്ലിന്റെ പുറത്ത് ഒരു ഫ്ലൂയിഡിറ്റി, റിജിഡിറ്റി വരുമ്പോൾ ഈ സ്റ്റാറ്റിനൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഒരു റിജിഡിറ്റി ഇതുപോലെ അകത്ത് പിന്നെ ആരും കയറത്തില്ല, പിന്നെ സെല്ലങ്ങോട്ട് എത്താവും. അതാണ് ഈ സ്റ്റാറ്റിൻ കൊടുക്കുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ മോൻ കണ്ട ഒരുമാതിരി പ്രേതം പോലെ ഇരിക്കും. കാര്യം അതാണ്. ഇതൊന്നും ഇപ്പോഴത്തെ ഡോക്ടർമാർ സമ്മതിക്കില്ല. കാര്യം കമ്പനിക്കാർ നല്ലോണം ബൊമ്പാട് ചെയ്യുന്നുണ്ട്. അതാ ഇത് കൊള്ളാതെ മറ്റേതാള് മറിച്ചതാള് അമേരിക്കയിൽ കൊണ്ടുപോകാം, പിള്ളേരിൽ കൊണ്ടുപോകാന്നൊക്കെ പറയും. അതുകൊണ്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ സെല്ലുലാർ ഹെൽത്ത്. സെല്ലുലാർ മെക്കാനിസം, മെമ്പറിന്റെ ഫ്ലൂയിഡിറ്റി കൂടും. EPA എന്ന് പറയുന്നത് എസെൻഷ്യൽ ഐക്കോസാ പെൻഡനോയിക് ആസിഡ്, ഡെക്കോസാ പെൻഡനോയിക് ഹെക്സനോയിക് ആസിഡ്, സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ന്യൂറോണൽ മെമ്പറൈൻ, സിഗ്നലിംഗ് മോളിക്യൂൾ. ഉറക്കമില്ലെങ്കിൽ omega-3 കൊടുത്താൽ നല്ല സുഖമായിട്ട് ഉറക്ക ഗുളിക കൊടുക്കരുത്, പിന്നെ ഭ്രാന്തനായി പോകും. മനസ്സിലായില്ലേ? സോ യുവർ മൂഡ് ചേഞ്ചസ് can give in using your medical homeopathic medicine. Clinical application കണ്ടാ reduces cardiovascular inflammation, lower triglyceride, improve blood pressure, enhance mental health. മാനസിക രോഗം പോലെ ഇത് ക്രിയേറ്റ് ഈ omega-3 fatty acids and support gut health. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഐഡിയ. തുടങ്ങുന്നതെല്ലാം മൂക്കിന്റെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഗട്ടിൽ വരുന്നു. ബ്രെയിൻ ഗട്ട് ആക്സിസിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് യൂസിങ് ഒമേഗ. Now I am going to finish my topic. Future. This is wearables വരാൻ പോവാണ്. ടെലിമെഡിസിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ട്രീറ്റ് ചെയ്യുന്ന പലരെയും ഹൈദരാബാദ് കോഴിക്കോട് നിന്നുള്ള പേഷ്യൻസിനൊക്കെ ടെലിമെഡിസിൻ വെച്ച ട്രീറ്റ് ചെയ്ത് 1000 രൂപ കൺസൾട്ടേഷൻ ഇട്ടേക്കും. നമ്മളെ സമയം പോകുന്നു. 3 പേഷ്യന്റ് വരുമ്പോൾ അവന്മാർ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് ആൻസർ കൊടുക്കണമെങ്കിൽ 1000 റുപ്പീസ് ഇട്ടാൽ മിണ്ടാതിരിക്കും. എന്തിനല്ലേ? റോബോട്ടിക്സ്, പ്രിസിഷൻ സർജറി, ഇതാണ് ഇനി ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് കെയർ. ഐ എം ഗോയിങ് ടു ഫിനിഷ്. Very, very sorry that I extended up to 10:30. And a transformative vision, convergence of AI, precision medicine, and advanced technologies is revolutionizing healthcare. 37T. Any idea what is 37T? 37 ട്രില്യൺ സെല്ലിനെയാണ് നമ്മൾ ഡീൽ ചെയ്തത്. 37 ട്രില്യൺ സെൽസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ. ക്ലിയർ ആയിട്ട് പറയാണ്, സെൽസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ. അതാണ് ഉള്ള കാർഡിയോളജി, ന്യൂറോ, നെഫ്രോളജി നിൽക്കാതെ എല്ലാം റിലേറ്റഡ് ആണ്. അതാണ് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ളത്. ഇതല്ലാതെ കാർഡിയോളജി മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ആർ ട്രീറ്റിംഗ് സെല്ലുലാർ ട്രില്യൺ സെൽസ് ആൻഡ് 24/7, 24 മണിക്കൂറും 7 ദിവസവും ഈ കോവിഡ് എന്താ പറയുക, റോബോട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ AI വർക്ക് ചെയ്യും. പെറ്റിക്കില്ല. നമ്മളാൾക്കാര് 1 മണിക്കൂർ എനിക്ക് വയ്യ, ഞാൻ ചായ കുടിച്ചിട്ട് വരണമെന്ന് പറയും. 10 മിനിറ്റ് കഴിഞ്ഞ് ചായയും കുടിച്ച് വാചകം അടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ മതി, ഇന്നത്തേക്ക് മതി. ഇതാണ് നമ്മുടെ ഡോക്ടർമാരുടെ ചിന്ത. അതങ്ങ് മാറി. 24/7 അവൻ ചെയ്തോളൂ. കാഷ്വാലിറ്റിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഈ ഇങ്ങനെയുള്ള അവൻ ചെയ്തോളൂ. 1:1. That is personalized medicine. Okay, I hope this is enough for you. Future of cardiology ഇതാണ് early detection, precision medicine, continuous care, മിനിമൽ ഇൻവേസീവ്. സൂചിയടക്കം കുറവ്. കഴിയുന്നത് ഉടുപ്പഴിക്കാതെ ചെത്ത് വയ്ക്കാനുള്ളതാണ് നമ്മുടെ ഐഡിയ. കാര്യം ഉടുപ്പെല്ലാം അഴിച്ച് ചെത്ത് വെച്ച് എപ്പക്സ് എവിടെ നിന്ന് കണ്ടുപിടിക്കണ്ട. എല്ലാം ഇവൻ പറഞ്ഞു സാർ, ആ പ്രോബ് കൊണ്ട് നെഞ്ചത്ത് വെക്കുമ്പോൾ കാർഡിയോമെഗാലി, ലിവർ വെക്കുമ്പോൾ ഹെപ്പറ്റോമെഗാലി, സ്പ്ലീന് വെച്ചാൽ സ്പ്ലീനോമെഗാലി. ഇനി എന്തിന് ക്ലിനിക്കൽ ഈസ് ഔട്ട്. Not now, after 2030, and I hope this is enough today's discussion. Yes. അതെ സാർ, എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. പറയാൻ വാക്കുകളില്ല. കാരണം ഇത്രയധികം
കാര്യങ്ങൾ സാർ വളരെ ലളിതമായിട്ട് തന്നെ പറയാൻ വളരെ രസകരമായി പറയുണ്ടായി. അങ്ങനെയൊക്കെ സർപ്രൈസ് തരാൻ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡി സാറോട്. വേണുഗോപാൽ സാറേ, വേണുഗോപാൽ റെഡ്ഡി സാറുണ്ടോ? റെഡ്ഡിയാർ സാർ. ഓക്കെ. ആ സാറേ, ഇത് ആരാണെന്ന് കണ്ടല്ലോ. എനിക്കറിയാം ജയപാലിനും എന്നെ അറിയാം. വേണുഗോപാൽ റെഡ്ഡിയാണ്. ഓക്കെ. ഒരുപാട് ഇൻഫർമേഷൻ നമ്മളെ ഭാവി ഏതാ നമ്മുടെ ഭാവിയിൽ വരാൻ പോണ ഒരു സയൻസിനെ പറ്റി നമ്മൾ ഒന്ന് 1 മണിക്കൂർ സംസാരിച്ച് അല്ലേ? ഞാൻ ഓർക്കുന്നില്ല എന്തിനെ കുറിച്ചാ സംസാരിച്ചത്. നമ്മളെ ഭാവിയിൽ വരാൻ പോണ ഹെൽത്ത് കെയർ, ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് കെയർ. റൈറ്റ്. യു ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദിസ് വൺ. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാര്യം എല്ലാത്തിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ ആ പോസിറ്റീവ് നെഗറ്റീവും രണ്ടും കൂടെ പറയുമ്പോൾ അത് കുറച്ച് പേർ കൺഫ്യൂഷൻ വരുത്തും. അത് കാരണം ഞാൻ ഐ റിസർവ് മൈ കമന്റ്സ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് പരിപാടി അവസാന സമയമായി. ഡോക്ടർ ഷൈല ഡോക്ടറെ ഔപചാരിക നന്ദി പറയാം. ഷൈല ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1897 ദിവസമായിരുന്നു. അതിൽ ജയപാൽ സാറിന്റെ ക്ലാസ് കേട്ട് ഇങ്ങനെ ലയിച്ചങ്ങിരുന്നത് നന്ദി പറയുന്ന കാര്യം വരെ മറന്നുപോയി. എന്തായാലും ഇന്ന് ഈ ലോകശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു സെമിനാർ അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നടന്നത്. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത് ഡോക്ടർ GS വിനോദ് കുമാർ സാറാണ്. അദ്ദേഹം അസോസിയേറ്റ് ഡീനായിട്ട് സയന്റിസ്റ്റ് ആണ്. കൂടാതെ അസോസിയേറ്റ് ഡീനായിട്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഈ നമ്മുടെ ഈ ലോകശാസ്ത്ര ദിനം നമ്മൾ ആചരിച്ചതിൽ പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം നമ്മോടൊപ്പം എത്തിച്ചേരുകയും ഇന്നത്തെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനും അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തിയത് ഡോക്ടർ ജയപാൽ സാറാണ്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആണ്. ഹൃദയാലയ കാർഡിയോളജി സെന്ററിൽ അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ഈ എല്ലാ സിസ്റ്റത്തോടും കാണിക്കുന്ന ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അംഗീകാരം, എല്ലാ സിസ്റ്റങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം, AIക്ക് ഹൃദയ ചികിത്സയിലുള്ള ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയോജനങ്ങൾ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഒരുപാട് ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി. നമുക്കും വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. വളരെ സന്തോഷം സാറ്. നല്ലൊരു പ്രഭാഷണമാണ് സാർ കാഴ്ചവെച്ചത്. IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ആദരവും അങ്ങേക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്നു. അടുത്തതായി ഇന്ന് ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജൻ ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വ്യത്യസ്തമായ ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഇന്നും വ്യത്യസ്തമാക്കിയ ഡോക്ടർ മനോജ് മോഡറേറ്റർ, അദ്ദേഹത്തിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വേണുഗോപാൽ റെഡ്ഡിയാർ സാറ് സാന്നിധ്യം കൊണ്ട് നമുക്ക് സാന്നിധ്യം അറിയിച്ചു. വളരെ സന്തോഷം സാറിനും രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതെ, ഭഗവത്ഗീത പറയും പോലെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ യുവസ്തിനി ശുനിജൈവ സ്വഭാഗേസ പണ്ഡിതാ സമദർശിന. പണ്ഡിതന്മാരുടെ സമദർശിത്വം അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ നന്ദി സാർ. വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ ദിവസം വീണ്ടും കാണുന്നു.